നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി യാതനായവനെ, ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക് ഞങ്ങൾ നടന്നെടുക്കുമ്പോൾ വിശുദ്ധിയോടും നൈർമല്യതയോടും കൂടെ നിൻ്റെ ശരീരത്തിൻ്റെ അടുത്തേക്ക് വന്ന് അതിനെ സ്പർശിക്കുവാനും ആഴങ്ങളെയും ആഴികളെയും വഹിച്ചിരിക്കുന്നതിനെ കൈകളിലേന്തുവാനും പരിശുദ്ധാത്മാവിൽ നിന്നെ ആരാധിക്കുവാനും നിൻ്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുവാനും വേണ്ടി ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. കർത്താവെ, പരിശുദ്ധ മാതാവിൻ്റെ ഉള്ളിൽ വചനം ജഡമായെത്തിയുന്നതുപോലെ നിൻ്റെ തിരുശരീരങ്ങളെ ഭക്ഷിച്ച് ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും വചനത്തെ സംഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ ഉള്ളിൽ ജ്ഞാനത്തെ വർദ്ധിപ്പിച്ചു തരികയും കർത്താവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെ പുത്രനും വചനവുമായി ലോകത്തിലേക്ക് ഞങ്ങൾക്കായി താഴ്ന്നിറങ്ങി വന്ന മെശിഹാ തമ്പുരാൻ്റെ തൃപ്പാദത്തിൽ പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചകളായി അർപ്പിക്കുവാൻ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തീകരിച്ച് നിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുവാനും എലിസബത്തിൻ്റെയും സക്കറിയായുടെയും യോഹന്നാൻ്റെയും ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവർ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ കീർത്തനങ്ങളാലും തമ്മിൽ നിന്നെ സ്തുതിച്ചതുപോലെ നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ മനസ്സിനെയും ഞങ്ങളുടെ ആത്മാവിനെയും നീ വെടിപ്പാക്കണമേ. ഈ വിശുദ്ധ ദിവസത്തിലെ നോയമ്പനുഷ്ഠാനങ്ങൾ ബലഹീനമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും എല്ലാം ചേർന്ന് നിൻ്റെ സന്നിധിയിൽ ശോഭയോടെ നിൽക്കുവാനായിട്ട് നിൻ്റെ കൃപയാൽ ഞങ്ങളെ തേജസ്വീകരിക്കണമേ. കർത്താവേ, നിൻ്റെ വചനങ്ങൾക്കായി അടിയങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. അവിടുന്ന് ജ്ഞാനം ഞങ്ങളുടെ ബോധങ്ങളിൽ നിറച്ച് അതിനെ വിളമ്പിത്തരുവാനും അത് സ്വീകരിക്കുവാനുമല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും കഴിവില്ലല്ലോ. ആകയാൽ കർത്താവേ, നിൻ്റെ ജനനത്തെപ്പറ്റിയും നിൻ്റെ മനുഷ്യാവതാരത്തെപ്പറ്റിയും നിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളെപ്പറ്റിയും ധ്യാനിക്കുവാനും പഠിക്കുവാനും ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ സമയത്തെ ഇത് പറയുന്നവരെയും അത് കേൾക്കുന്നവരെയും അത് ഗ്രഹിക്കുന്നവരെയെല്ലാം അതേത് ദേശത്തായിരുന്നാലും എവിടെയായിരുന്നാലും അവർക്കെല്ലാം ദൈവികമായ കൃപകളും ദൈവികമായ വ്യാപാരങ്ങളും വചനത്താലുള്ള നിറവും ലഭിക്കത്തക്കവണ്ണം അവിടുന്ന് ശക്തീകരിക്കുകയും ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും താങ്ങി എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്കുള്ളതിനെ മുഴുവനായ തിരുസന്നിധിയിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ മനസ്സുകളെയും ഞങ്ങളുടെ ആത്മാവിനെയും സമർപ്പിക്കുന്നു. നീ ഇറങ്ങി വസിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും നിർമ്മലീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുള്ള പരിശുദ്ധാത്മാവിൻ്റെയും ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ അനുഗ്രഹീതമായ ദിവസങ്ങൾ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റിയും അത്ഭുതാവഹമായ അവൻ്റെ എഴുന്നള്ളത്തിനെ പറ്റിയും ധ്യാനിക്കുവാനുള്ള സമയമായിട്ട് നമ്മളിതിനെ വേർതിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം അതിനായിട്ട് ദൈവിക ജ്ഞാനങ്ങൾ നമുക്ക് ലഭിക്കാനായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ചപ്പോൾ ഇതുവരെ പഠിച്ചിരുന്ന കാര്യങ്ങളുടെ ചില ബാക്കിപത്രങ്ങൾ ഈ ജനന ദിവസവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിനാൽ ആ കാര്യങ്ങളുടെ ചില മർമ്മങ്ങൾ നമുക്കൊരുമിച്ചിരുന്ന് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മാത്രമല്ല, കുറച്ച് നാളായി എഫേസ്യ ലേഖനത്തിൻ്റെ പഠനം തുടങ്ങിയിട്ട് പിന്നെ അതങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അല്പം തിരക്കുകളിലേക്ക് പ്രവേശിക്കേണ്ടി വന്നു. അപ്പോൾ ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചപ്പോൾ എഫേസ്യ ലേഖനത്തിൻ്റെ പഠനത്തിൻ്റെ ബാക്കിപത്രമായി ജനനപ്പെരുന്നാളിന് ബന്ധമുള്ളതിനാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന എഫേസ്യ ലേഖനത്തിൻ്റെ ബാക്കിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ നമുക്കിന്ന് ഈ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് സാധിക്കും. അതായത് എഫേസ്യ ലേഖനത്തിൻ്റെ പഠനവും ആവും ഇന്നത്തെ ധ്യാനചിന്തയും കൂടെ ഒരുമിച്ച് കോർത്തിണക്കാമെന്ന് വിചാരിക്കുകയാണ്.
ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തെ ധ്യാനമാകിയാൽ എഫേസ്യ ലേഖനത്തിൻ്റെ പഠനം നമ്മൾ നേരിട്ട് നിർവഹിക്കാത്തതിനാലും 1-ാം അധ്യായത്തിൻ്റെ 14 വരെയുള്ള വാക്യങ്ങളാണ് ഇതിനെപ്പറ്റി നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തത്. 3-4 സെഷൻസ് അതിനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എടുത്തിരുന്നു. അപ്പോൾ അതിലെ ചില സാരാംശങ്ങൾ ചുരുക്കമായെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം വരുന്ന ഒരു മഹനീയമായ പ്രാർത്ഥന പൗലോസ്ലീഹായുടേതുണ്ട്. എഫേസ്യ ലേഖനത്തിൽ 2 പ്രാർത്ഥനകൾ പ്രധാനമായിട്ടുണ്ട്. അതിലൊരു പ്രാർത്ഥന 1-ാമത്തെ അധ്യായം 15-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെയാണ്. ആ പ്രാർത്ഥന എപ്രകാരമാണ് എന്നുള്ളത് ഗ്രഹിക്കുന്നതോടൊപ്പം 3-ാം അധ്യായത്തിൽ 14-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെ വീണ്ടും അതിമനോഹരമായൊരു പ്രാർത്ഥന പൗലോസ്ലീഹായുടേതായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ സാവകാശം ധ്യാനിക്കുമെങ്കിലും ഇന്ന് കർത്താവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ എഫേസ്യ ലേഖന പഠനം പരിശുദ്ധാത്മാവിൽ നമുക്ക് അല്പസമയം ധ്യാനിക്കാം. നമുക്കറിയാം, എഫേസ്യ ലേഖനത്തിൻ്റെ 3-ാം വാക്യം തൊട്ട് വലിയ മർമ്മപ്രധാനമായ കാര്യങ്ങൾ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. അത് വിശദമായിട്ട് 1-2 സെഷൻസായിട്ട് അല്ലെങ്കിൽ 2-3 സെഷൻസായിട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വീണ്ടും ഒന്ന് കേട്ടാൽ മാത്രം മതി. എന്നാലും 3-ാം വാക്യം തൊട്ട് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായ വാഴ്ത്തപ്പെട്ടവൻ, ആ കാര്യത്തെപ്പറ്റി നമ്മൾ പലതവണ ധ്യാനിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് സർവ്വ ആത്മീക അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതിന് ചില കാര്യങ്ങളുണ്ട്. സർവ്വ അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നും കുറവില്ലാതെ എന്നാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 7-ാം വാക്യത്തിലും പറയുന്നുണ്ടല്ലേ, നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 1-ാം അധ്യായം 7-ാം വാക്യം. അങ്ങനെ നിങ്ങൾ അപ്പോൾ നമുക്ക് ഒരു കൃപാവരത്തിലും കുറവില്ല. എല്ലാ കൃപാവരങ്ങളുണ്ട്. അന്യഭാഷാ വരം വരെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇതെന്താണ് നമുക്ക് എടുക്കുവാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചാൽ, അത് ഈ പ്രാർത്ഥനയുടെ ഒരു ഭാഗത്ത് 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപാടിനെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് മനസ്സിലായില്ലല്ലോ പ്രാർത്ഥന? മനസ്സിലാവണ്ട. ഈ കൃപാവരം ലഭിക്കാത്തതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അതില്ലാതിരുന്നിട്ടല്ല, അത് തുറന്നെടുത്ത് അത് നമുക്ക് ഉപയോഗിക്കാനുള്ള ശക്തി നമ്മളിൽ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. അതിന് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നമുക്ക് തരണം. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയണം. വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അതുപോലെ അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയണം. ഇതറിഞ്ഞുകൂടാ. അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. കാരണം ദൈവത്തെ ദൈവമെന്ന് ഓർത്തല്ല നമ്മൾ മഹത്വീകരിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ചില കാര്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി കർത്താവിനെ ആ തലത്തിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിർവഹിക്കുവാൻ വേണ്ടിയും നമ്മുടെ രോഗങ്ങൾ മാറുവാൻ വേണ്ടിയും പീഡകൾ മാറുവാൻ വേണ്ടിയും വ്യസനങ്ങൾ മാറുവാൻ വേണ്ടിയും മാത്രം. സത്യത്തിൽ
നിങ്ങളോടിത് വീണ്ടും പറയേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ വീണ്ടും പറയാം. ഇത് ബൈ ഡീഫോൾട്ടായിട്ട് വന്നുകൊണ്ടിരിക്കേണ്ടതാണ്. ഈ രോഗം മാറുക, ക്ഷീണം മാറുക, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതക്രമങ്ങളെല്ലാം ക്രമീകരിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ വന്നു ചേരുന്നതാണ്. എപ്പോൾ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവ് നമ്മളിൽ നിറയുകയും നമ്മളെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുകയും അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയുകയും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നറിയുകയും അങ്ങനെ അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപാരത്തിൻ്റെ വലിപ്പം ഇന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് പരിജ്ഞാനം ഉണ്ടാകണം. ആരെക്കുറിച്ചുള്ള? ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകണം. അത് ലോകത്തിൻ്റെ പരിജ്ഞാനമായിട്ട് ബന്ധപ്പെടുത്തിയാൽ പറ്റത്തുമില്ല. നമുക്ക് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചിട്ട് വരാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ഇപ്രകാരം പൗലോസ്ലീഹ നമ്മളെ മുന്നറിയിപ്പ് തരുന്നുണ്ട്. 2-ാം അധ്യായം 8-ാം വാക്യം വായിക്കാമോ? തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല. അപ്പോൾ ഈ കർത്താവിൻ്റെ പരിജ്ഞാനത്തെ ലോകത്തിൻ്റെ പരിജ്ഞാനവുമായിട്ട് ബന്ധിപ്പിച്ച് പലരും നമ്മളെ വ്യാഖ്യാനിച്ച് സമീപിക്കും. അതായത് ഈ ക്രിസ്തൻ്റത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിൽ തന്നെ പരിജ്ഞാനം വർദ്ധിച്ചിട്ട് അത് ക്രിസ്തുവിനെ ഒരു എൻലൈറ്റൻഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സാധാരണ വ്യക്തിത്വത്തിൽ നിന്നുമൊക്കെ വളരെ ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരാളായിട്ട്, ഇപ്പോൾ ശ്രീബുദ്ധനെ പോലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള വ്യക്തിപ്രഭാവത്തെ പോലെയൊക്കെയോ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ അല്പം മേളിലോ, ചിലർ പറയുന്നത് ശ്രീബുദ്ധൻ്റെ ഏകദേശമൊക്കെ അടുത്ത് എത്തുന്ന ഫിലോസഫിയാണ് കർത്താവിനുള്ളത് എന്ന് പറയുന്ന തലത്തിലേക്കും, അതുപോലെ തന്നെ വേദപുസ്തകത്തിലെ പല വാക്യങ്ങൾ വളരെ തത്വജ്ഞാനപ്രകാരം വ്യാഖ്യാനിച്ച് അതിനെ സമർത്ഥിക്കുവാൻ കഴിവുള്ള അനേക ദൈവമക്കൾ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ യഥാർത്ഥമായി പ്രഘോഷിക്കേണ്ടവർ അതിനെ വികലമായിട്ട് വ്യാഖ്യാനിച്ച് അതൊരു തത്വചിന്തകൻ, വലിയ തത്വചിന്തകൻ, വളരെ സ്നേഹമുള്ള തത്വചിന്തകൻ, മനുഷ്യന് വേണ്ടി മരണം ഏറ്റെടുത്ത ഒരു തത്വചിന്തകൻ. ഇപ്പോൾ പൗലോസ്ലീഹ അതല്ല പറയുന്നത്. പൗലോസ്ലീഹ ആ കൊലോസ്യർക്ക് എഴുതിയ 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ അതിൻ്റെ ബാക്കി ഭാഗത്ത് ഒരു വിശ്വവിഖ്യാതമായ പ്രഖ്യാപനം പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായങ്ങൾക്കൊത്തവണ്ണം ലോകത്തിൻ്റെ ആദി പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണം ഉള്ളതല്ല. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഇതാണ് ബേത്ലഹേമിലേക്ക് ഇറങ്ങി വന്ന ആ കുഞ്ഞു പൈതൽ. അപ്പോൾ ആ കുഞ്ഞു പൈതലിലും ഗുഹയിൽ മരിച്ചു കിടക്കുന്ന, അതായത് കല്ലറയിൽ മരിച്ചു കിടക്കുന്ന കർത്താവിൻ്റെ ശരീരത്തിലും ഒരേ ദൈവത്വം മനസ്സിലാവുന്നുണ്ടോ? അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ബേത്ലഹേമിൽ ജനിച്ചു വീണ ആ കുഞ്ഞിക്കൈകൾക്കും കുഞ്ഞിക്കാലിലും ഉള്ള ദൈവത്വം, അത് ജീവനായി മനുഷ്യശരീരത്തിൽ ജീവനുള്ളപ്പോൾ ഉണ്ടായിരുന്ന ആ ദൈവത്വം അതുപോലെ തന്നെ ഒട്ടും ചോരാതെ അവനെ അടക്കിയ കല്ലറയുടെ ഉള്ളിൽ കിടന്ന മൃതശരീരത്തിലും ആ ദൈവത്വം അതുപോലെ തന്നെ നിലനിർന്നിരുന്നു എന്നുള്ളതാണ് പൗരസ്ത്യ സഭയുടെ വിശ്വാസം. അപ്പോൾ അവനിലാണ് ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും എല്ലാം ദേഹരൂപമായിട്ട് വസിക്കുന്നത്, ദേഹമായിട്ട് അതായി. അതുകൊണ്ടാണ് ഈ മനുഷ്യാവതാരം ഇത്ര ശ്രേഷ്ഠമായിരിക്കുന്നത്. ഇത് ദേഹരൂപമാകുവാൻ യാതൊരു ഒരു സാധ്യത ഉള്ളതല്ല എന്ന് പറഞ്ഞാൽ അത് വേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു തലമാണ് ദൈവ സ്വരൂപത്തിനുള്ളത്. പക്ഷേ അതിനെ വിട്ട് താഴേക്കിറങ്ങി വന്ന് ദൈവത്തെ
മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ ദൈവമായിരിക്കുന്ന കർത്താവിനെ അതുപോലെ ഉള്ളിൽ നമ്മൾക്ക് ഗ്രഹിക്കുവാൻ കർത്താവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം യഥാർത്ഥമായി ഉള്ളിൽ കയറണം. അതിന് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമെന്ന് എഫേസ്യ ലേഖനത്തിൽ പഠിപ്പിക്കുകയാണ്. നമുക്ക് ആ ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാൽ നമ്മളെ നിറച്ചിരിക്കുന്നു. നമ്മെ മുന്നമേ സൃഷ്ടിച്ച് നിയമിച്ചതാണെന്നുള്ള കാര്യങ്ങളെല്ലാം ആ പാരഗ്രാഫിൽ പഠിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം വിശദമായി നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. സാരാംശമായി ഇത്രയും മാത്രം മനസ്സിലാക്കുക. നമ്മളുടെ ആത്മാവിനെ ദൈവം നമ്മളെ ഈ ദേഹരൂപത്തിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഉണ്ടാക്കി ക്രിസ്തുവിൽ ആക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു മരിച്ച ശേഷവും അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് അവൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തെ അവൻ തിരിച്ചു പിടിക്കുന്നത്. കൊലോസ്യർ 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. ആകയാൽ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ മറഞ്ഞിരുന്നത് ആദ്യമേ ഉണ്ടായിരുന്നതാണ്. അതായത് എൻ്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവും എല്ലാം ദൈവം മുന്നമേ അവൻ്റെ ഉള്ളംകൈയിൽ വരച്ച് സൃഷ്ടിച്ച് മുൻ നിയമിച്ച് ക്രിസ്തുവിലാക്കി വെച്ചിരുന്നത് ആദാമിൻ്റെ പാപത്താൽ നമ്മളിലേക്ക് മരണവും ദ്രവത്വവും വ്യാപിച്ചപ്പോൾ അതിനെ തിരിച്ചു പിടിച്ച് വീണ്ടും ദൈവത്തിൻ്റെ ഉള്ളിലാക്കുവാൻ ആദാമിൻ്റെ ശരീരം തന്നെ എടുത്ത് ദൈവത്തൊട്ട് നഷ്ടപ്പെടാതെ ഭൂമിയിലേക്ക് അവൻ അവതരിച്ചു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ നമ്മളെപ്പോഴും ഉണ്ടായിരുന്നു. ആ കണക്ഷന് ഒരു ബ്രേക്ക് വന്നതുകൊണ്ടാണ് ആ കണക്ഷൻ കറക്റ്റ് ചെയ്യാനാണ് കർത്താവ് വന്ന് കാൽവറിയിലേക്ക് കയറിയത്. കാൽവറിയിലേക്ക് കയറുമ്പോഴും നമ്മുടെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. നമ്മെ അവൻ അറിഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ എന്തായിരിക്കുന്നുവോ എന്താകുന്നുവോ അതെല്ലാം അവൻ മുന്നമേ അറിഞ്ഞ് നമ്മൾ ഇന്ന് ചെയ്തു കൂട്ടുന്ന സകല പാപങ്ങൾക്ക് വേണ്ടിയും അവൻ അന്ന് കാൽവറിയിലേക്ക് കയറി എന്നുള്ള പരിജ്ഞാനബോധം നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ വാക്യത്തിലേക്ക് തന്നെ പ്രവേശിക്കാം. നമുക്ക് 13-ാം വാക്യം തൊട്ട് ഒന്നും കൂടെ ഒന്ന് പഠിക്കണം. 14 വരെ നമ്മൾ പഠിച്ചതാണ്. എങ്കിലും അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ ഹിതത്തിൻ്റെ തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. വളരെ നീണ്ട ഒരു വചനമാണ്. അപ്പം അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചെങ്കിലേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അവനിൽ എന്ന് പറഞ്ഞാൽ ആരിൽ? ക്രിസ്തു യേശുവിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം. രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം. ഞാൻ പണ്ടെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ് സത്യ അറിയിപ്പ്, സത്യവചനിപ്പ്. സത്യവചനം കണ്ടോ? വചനം എന്നുള്ള വാക്കിവിടെ വന്നത് കണ്ടോ? അപ്പോൾ വചനിപ്പ് എന്ന് പറയുമ്പോൾ വചനിപ്പിന് 2-3 രീതിയിൽ അതിൻ്റെ ക്രമീകരണങ്ങളുണ്ട്. ഒന്ന് സത്യവചനിപ്പ്, അത് വലിയൊരു സുവിശേഷമാണ്. യഥാർത്ഥത്തിൽ സത്യവചനിപ്പ് കൊടുക്കുമ്പോൾ ദൈവം ആദാമിനോടും ഹവ്വയോടും പറഞ്ഞത് ഒരു വിലക്കോടുകൂടിയാണ്, അല്ലേ? തോട്ടത്തിൽ ഉള്ള എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നിങ്ങൾ ഭക്ഷിക്കരുത്. ആദ്യം പറഞ്ഞത് തോട്ടത്തിൽ മേൽ സകല അധികാരവും നിനക്കുണ്ട്, എല്ലാ അധികാരങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതാണ് പിതാവാം ദൈവം യേശുവിൽ സർവ്വ അധികാരങ്ങളും കൊടുത്തിരിക്കുകയാണ്, സർവ്വ അധികാരങ്ങളും. എന്നിട്ട് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, അന്ത്യനാളിൽ കർത്താവ് രാജ്യം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യം ഏദൻ തോട്ടത്തിൽ എന്തവസ്ഥയായിരുന്നോ ആ അവസ്ഥയിലേക്ക് സർവ്വ സൃഷ്ടിയെയും തിരിച്ചു കൊണ്ടുവരും. സർവ്വതും ദൈവരാജ്യത്തിൻ്റെ അവകാശത്തിൻ്റെ പങ്കിലേക്ക് പ്രവേശിക്കും. ഇതൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ എന്തവാ എങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ടൊരു ത്രിശങ്ക മൂഢ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഇതൊരു
വാസ്തവമാകും, നടപ്പാകുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇനിയും മുമ്പോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് ഭയം തോന്നേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഇനി മുമ്പോട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാം വളരെ വേഗം സംഭവിക്കുന്ന കാര്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഏരിയയിലെ റോഡെല്ലാം ഏകദേശം ടാർ ചെയ്ത് കഴിഞ്ഞല്ലേ? കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ എല്ലാം പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. ഒറ്റ ആഴ്ച കൊണ്ട് ടാറിങ് എല്ലാം പൂർത്തിയായി. പണ്ട് നമുക്കറിയാം 1 കിലോമീറ്റർ ടാർ ചെയ്യാൻ 2 ആഴ്ച എടുക്കുമായിരുന്നു. ഇന്ന് 2 ആഴ്ച കൊണ്ട് കേരളം മൊത്തം ടാർ ചെയ്യാം. അത്രയ്ക്ക് ഫാസ്റ്റായി കാര്യങ്ങൾ. ടെക്നോളജിയൊക്കെ വളരെയധികം പുരോഗമിച്ചു. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഡെവലപ്ഡ് കൺട്രീസിൽ ഇങ്ങനെയൊന്നുമല്ല, ഇതിലും ഫാസ്റ്റാണ്. ഈ ഫാസ്റ്റ്നെസ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ കാര്യം, സ്പിരിച്വാലിറ്റിയിൽ ഇങ്ങനൊരു ഫാസ്റ്റ്നെസ് അപകടകരമായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ഇനി മുമ്പോട്ടുള്ളൊരു കാലഘട്ടങ്ങളിൽ നമ്മൾ പലപ്പോഴും സ്വയമായി നീന്തിക്കയറേണ്ടി വരും. ഒരു കാലത്ത് നിങ്ങളെ നയിക്കുവാനും പഠിപ്പിച്ചു തരുവാനും സഭയുണ്ടായിരുന്നു, സഭയിലെ പുരോഹിതന്മാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് അവരെല്ലാവരും ഉണ്ട്. പക്ഷേ എല്ലാവരും വിവിധ വ്യാപാരങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥമായ തുറമുഖത്തേക്ക് എത്തിച്ചേരുവാനുള്ള യാത്രയാണ് ഇതെന്നുള്ള ഒരു ബോധത്തിൽ വിശ്വാസികളെ യഥാർത്ഥമായ രീതിയിലേക്ക് നയിക്കുവാൻ പലപ്പോഴും പലരും പരാജയപ്പെട്ടു പോകുന്നു. അങ്ങനെ പരാജയപ്പെട്ടു പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് രക്ഷയില്ല എന്ന് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു കപ്പൽ യാത്ര ചെയ്യുകയാണ്. കപ്പിത്താൻ ചത്തുപോയി, എന്തു ചെയ്യും? പിന്നെ കപ്പിത്താൻ തീർന്നു എങ്കിൽ പിന്നെ എന്തു ചെയ്യും? തന്നെത്താൻ ലൈഫ് ജാക്കറ്റ് എടുക്കുക, നീന്തുക എന്നുള്ളതല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. അങ്ങനെ ഒരു കാലത്തിലേക്ക് വരാൻ പോകുകയാണ്. അതുകൊണ്ടാണ് ആമോസിൻ്റെ പ്രവചനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, അപ്പത്തിനായുള്ള വിശപ്പല്ല, ആ വാക്യം കണ്ടുപിടിച്ച്, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനത്തിനായിട്ടുള്ള വിശപ്പ് തന്നെ അന്വേഷിക്കുന്ന ഒരു കാലം വരും. ആമോസ് പ്രവചനം 8-ാം അധ്യായം 11-ാം വാക്യം വായിച്ചു. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനായുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കും. അതായത് ഇതൊരു വലിയ വിശപ്പായിട്ട് മാറും. ഇപ്പോൾ ഇതിനോട് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. ദൈവവചനം ആർക്ക് കേൾക്കണം? എന്ത് ദൈവവചനം? ലോകത്തിൻ്റെ വിവിധ കാര്യങ്ങളിലേക്ക് മുഴുകിയിരിക്കുമ്പോൾ ഇതിനകത്തൊക്കെ എന്ത് കാര്യം എന്ന് തോന്നിപ്പിക്കും വിധം ലോകം അതുപോലെ മുമ്പോട്ട് പോകും എന്നുള്ളത് ആദിമകാലത്തെ പ്രവചനമാണ്. പിതാക്കന്മാർ സഭയിൽ വളരെ ശക്തിയോടെ ആത്മവീരോടുകൂടി ആരാധനകളും പ്രാർത്ഥനകളും കഴിച്ചുകൂട്ടിക്കൊണ്ടിരുന്ന ആദിമ കാലഘട്ടങ്ങളിൽ, ആദിമസഭയിൽ അവർ പ്രവചിച്ചിരുന്നു. എന്ത് പ്രവചിച്ചിരുന്നു? ദേവാലയം ഇവയിൽ നിന്നും നിൻ മാഹാത്മ്യം നീങ്ങിപ്പോകും നാളാ ആസന്നം കർത്താവെ നീ കൃപ ചെയ്യണം. ഒരു പാട്ടാണ്, വ്യാഴാഴ്ച സന്ധ്യാനമസ്കാരത്തിലെ മറ്റൊരു പാട്ടാണ്. ദേവാലയമിവയിന്നും നിന്മാഹാത്മ്യം നാഥ നീങ്ങിപ്പോം നാളാസന്നം കൃപ ചെയ്യണം. അതായത് ഈ ദേവാലയത്തിൽ നിന്നും ദേറാകിൽ നിന്നും എല്ലാം ദൈവത്തിൻ്റെ മഹത്വം പോയിപ്പോകും. ഒറ്റവാക്കെന്താണെന്ന് പറയാമോ? മഹത്വം പോയിപ്പോയി എന്ന് പറഞ്ഞ് അവന് ഡാഷ് എന്ന് പേരിട്ടു. ആരാർക്ക് പേരിട്ടു പറയാമോ? ഹൊഫ്നിയുടെ ഭാര്യ ഹൊഫ്നി യുദ്ധത്തിൽ പട്ടുപോയതറിഞ്ഞ് ആ സമയത്ത് പ്രസവിച്ചപ്പോൾ മഹത്വം ഇസ്രായേലിന് പോയിപ്പോയി എന്ന് പറഞ്ഞ്, അത് ഹൊഫ്നി മരിച്ചതുകൊണ്ടല്ല, യഹോവയുടെ പെട്ടകം ഫിലിസ്തീർ പിടിച്ചതുകൊണ്ട് മഹത്വം ഇസ്രായേലിന് പോയിപ്പോയി എന്ന് പറഞ്ഞ് അവന് ഇക്കോബോധ് എന്ന് പേരിട്ടു. അപ്പോൾ ഒരു ഈക്കോബോധ് സംഭവിക്കുവാനുള്ള കാലം വളരെ അടുത്തിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം. ഇനിയുള്ള മുമ്പോട്ടുള്ള കാലഘട്ടങ്ങളിൽ ദേവാലയങ്ങളിലെല്ലാം ആൾ കുറയത്തേ ഉള്ളൂ. എന്നാൽ ചിലയിടങ്ങളിൽ യഹൂദയിൽ ഒരു ശേഷിപ്പ് അവശേഷിക്കുമെന്ന് പറയുന്നത് പോലെ
ഒരു ശേഷിപ്പിനെ ദൈവം അവശേഷിപ്പിക്കും. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പിൻ്റെ ദൂതോടുകൂടി നമ്മളെ മനസ്സിനെ ഒരുക്കിയിരിക്കണം. വിഷമിക്കുവാൻ പാടില്ല. കാരണം നമുക്ക് ലൈഫ് ജാക്കറ്റ് എടുക്കേണ്ടി വരും. അന്നേരം വചനം കേൾക്കുവാൻ നിങ്ങൾക്ക് ദാഹം ഉണ്ടാവും, ആരും പറയുവാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഉള്ളിൽ വചനത്തെ സംഗ്രഹിച്ചിരിക്കുന്നവന് മാത്രമേ അത് കിട്ടുകയുള്ളൂ. ചിലപ്പോൾ ഈ വേദപുസ്തകം ഇല്ലാതാവുന്ന ഒരു കാലം വരും. അന്ന് വേദപുസ്തകത്തെ അന്വേഷിക്കുമ്പോൾ ഇത് കാണില്ല. അങ്ങനെ വന്നുകൂടായികയൊന്നുമില്ല. അങ്ങനെയാണ് മൊത്തം ഒരു വിഗതി ഇങ്ങനെയാണത് പോകുന്നത്. എൻ്റെ ഒരു ചിന്തയിൽ ഒരു 30 വർഷം കഴിയുമ്പോഴത്തേന് ഇതെല്ലാം ശൂന്യമായി പോകും. 30 വർഷം എന്നൊക്കെ പറയുന്നത് വലിയ കാലമൊന്നുമല്ല. 30 വർഷം മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ഇന്നിപ്പോൾ ചിന്തിച്ചാൽ ഇന്നലെ കഴിഞ്ഞു പോയാലോ തോന്നും. ഇനിയൊരു 30 വർഷമെന്ന് പറയുന്നതിന് വലിയ താമസമൊന്നുമില്ല. അപ്പോഴത്തേക്ക് ദേവാലയം ഇവയിൽ നിന്ന് മാഹാത്മ്യം നീങ്ങിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. ഖബറൊക്കെ അവിടെ കിടക്കും, എല്ലാവരും ഓരോ വശത്തിരിക്കും, ആർക്കും ഇതിനോടൊന്നും താല്പര്യം കാണുകയില്ല. ഇപ്പം തന്നെ നോക്കിയോളൂ. ഇനിയും ഈ ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കാനുമായിട്ട് കൂടുന്ന ഒരു ജനസമൂഹം അവരുടെ ആ ശുഷ്കാന്തിയിൽ അവരുടെ ജീവൻ ക്ഷീണിക്കുമ്പോൾ, അവരുടെ ശരീരം ക്ഷീണിക്കുമ്പോൾ പിന്നെ ആരാണ് ദേവാലയത്തിലേക്ക് വരുന്നത്? വലിയ ദേവാലയങ്ങൾ നമ്മൾ കെട്ടിപ്പൊക്കി, വലിയ ആരാധനാ മന്ദിരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, കോടികൾ മുടക്കി നമ്മൾ അതെല്ലാം കെട്ടിപ്പടുത്തു. പക്ഷേ ഒരു കാലം കഴിയുമ്പോൾ ഇതിനകത്ത് ആരാണ് ആരാധിക്കാൻ വരുന്നത് എന്നുള്ളതിനെപ്പറ്റി ഇന്നേ ബോധമില്ലെന്നുണ്ടെങ്കിൽ നമ്മളിതിനെല്ലാം വലിയ വില കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഒരച്ഛൻ പറയുകയായിരുന്നു, വലിയ പള്ളിയിലെ ഒരു വികാരിയായിരിക്കുന്ന അച്ഛനാണ്. വലിയതെന്ന് പറഞ്ഞാൽ സാമാന്യം വലിയൊരു പള്ളിയിൽ വികാരിയായിരിക്കുന്ന ഒരു അച്ഛനാണ്. 2 വർഷമായി ഒരു മാമോദിസ നടന്നിട്ട്, 2 വർഷമായി. കഴിഞ്ഞ ദിവസമാണ് ഒരെണ്ണം നടന്നത്. അതേസമയം ഈ 2 വർഷത്തിനിടയിൽ 27 അടക്കം നടന്നു. 2 വർഷത്തിനിടയിൽ 27 അടക്കം, ഒരു മാമോദിസ. 1:27 റേഷ്യോ. ഇത് എത്ര നാൾ പോകും? ചിന്തിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. അത് നിങ്ങളോട് എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തയ്യാറായിക്കൊള്ളുവാനാണ്. പണ്ടൊക്കെ ലോകാവസാനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ ഭീതിയൊന്നുമില്ല. ഇതൊന്നും അവസാനിക്കാനൊന്നും പോകുന്നില്ല. ഇനി അങ്ങനല്ല. ഈ അവസാനം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെ ഇങ്ങനെ തീ ഇറങ്ങി വന്നെല്ലാം കൂടെ പൊട്ടി നാശമാകുന്നൊരു പരിപാടിയൊന്നുമല്ല. ലോകാവസാനത്തെപ്പറ്റി പല ആത്മീയ ചിന്താഗതികളുമുണ്ട്. അത് നമുക്കിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല. ഇൻഡിവിജ്വൽ എൻഡ് ഓഫ് വേൾഡ് ഉണ്ട്. അതായത് നമ്മുടെ മരണം തന്നെ നമുക്കൊരു ലോകാവസാനമാണ്. അതുകൂടാതെ ലോക അവസാനം എന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ള യെരുശലേമിലെ നാശം പോലെയുള്ള ഒരു ലോകാവസാനമുണ്ട്. അതായത് ഇതെല്ലാം നീങ്ങിപ്പോയിട്ട് പുതിയൊരു സിസ്റ്റം ഉണ്ടാകും. അതൊരു ദൈവരാജ്യമാണ്. അപ്പോൾ ആ ദൈവരാജ്യത്തിലെ അംഗമാകുവാൻ, ആ സിസ്റ്റത്തിൻ്റെ ഭാഗമാകുവാൻ നമ്മളിപ്പോഴേ അതിനുവേണ്ടി ഒരുങ്ങണം. അതുകൊണ്ടാണ് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണമെന്ന് പറയുന്നത്. അവൻ്റെ രാജ്യവും നീതിയും, ദൈവരാജ്യത്തിൻ്റെ രാജ്യവും നീതിയും ഇപ്പോഴേ അന്വേഷിച്ചാൽ അന്ന് ആ സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് മാറാം. ഈ സിസ്റ്റത്തിൻ്റെ പാർട്ട് ആവാതെ ഇരിക്കുന്ന ഒരു വേദനാജനകമായ അവസ്ഥയ്ക്കാണ് ഈ നരകം എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു വെപ്രാളമായിരിക്കും. അത് എന്ന് പറഞ്ഞാൽ ഒരു പെയിനായിരിക്കും. അത് കെടാത്ത പുഴുവിൽ നിന്നും ചാകാത്ത തീയിൽ നിന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ കത്തുന്ന തീയാണിത്. കാരണം നമ്മുടെ ബോധവും നമ്മുടെ ഉള്ളിലെ ജീവനും അതുപോലെ തന്നെ നിലനിൽക്കുന്നു. ദേഹം മാത്രമേ നമ്മളിൽ നിന്ന് മാറുന്നുള്ളൂ. ദേഹം മാറിയാൽ ജീവനൊന്നും സംഭവിക്കത്തില്ല. അതുപോലെ തന്നെ നിലനിൽക്കും. കഴിഞ്ഞ 6 മാസം മുമ്പ് എൻ്റെ കാലൊരു കതകിൻ്റെ ഇടയിൽ കയറിയിട്ട് ചതഞ്ഞരിഞ്ഞുപോയി. ഈ കാലിൻ്റെ ഒരു നഖം. ആ സമയത്ത് ആ ഭാഗത്തെ ബ്ലഡ് അങ്ങ് ചത്തുപോയി. അവിടെ കറുത്ത് കിടന്നിരുന്നു.
2 ദിവസം മുമ്പ് നോക്കിയപ്പോൾ ഈ നഖം എല്ലാം കൂടി ഊരി വെളിച്ചാടി കിടക്കുന്നു. ഇപ്പോഴാണ് അത് ഊരി വെളിച്ചാടിയത്. ഞാൻ പറഞ്ഞോണ്ട് വന്നത്, ആ ചത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനത് അറിഞ്ഞില്ല. എൻ്റെ ജീവൻ എന്നിൽ തന്നെ ഉണ്ട്, എല്ലാം ഉണ്ട്. ചത്ത ഭാഗം പോയി, ഞാൻ അറിഞ്ഞില്ല. ആ നഖം പൊളിഞ്ഞു പോയി, ആ ഭാഗം എവിടെയോ തട്ടിയപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ പതിവില്ലാതെ വേദന വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നഖം അവിടെ ഇല്ല. അപ്പോഴാണ് മനസ്സിലായി ഇതെങ്ങനെ പറ്റി, എപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഞാനിങ്ങനെ കുറേ ദിവസം ഇരുന്ന് ആലോചിച്ചു, കുറേ ദിവസമല്ല കുറേ നേരം ഇരുന്ന് ആലോചിച്ചു. അപ്പോഴാണ് ഇന്ന സ്ഥലത്ത് വെച്ച് ഞാൻ എന്താ പറയുക, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്ലോസറ്റ് അടച്ചപ്പോൾ, ഇവിടെ അത് പറയുമ്പോൾ വേറെ അർത്ഥമാണ്, അവിടെ വേറെ രാജ്യത്ത് അത് അവിടെ ക്ലോസറ്റ് എന്നാണ് പറയുന്നത്, അലമാരിക്ക്. ക്ലോസറ്റ് അടച്ചപ്പോൾ ആ കതകിൻ്റെ ഇടയിൽ എൻ്റെ നഖം ഞെരിഞ്ഞമർന്നു പോയിട്ട് അന്നേരം കുറച്ച് വേദന ഉണ്ടായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഭാഗത്തെ ബ്ലഡ് അങ്ങ് കറുത്ത് ചത്തുപോയി. പിന്നെ ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിച്ചേ ഇല്ല, അതങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നിരുന്ന് കഴിഞ്ഞ ദിവസം കാലെവിടെയോ തട്ടി അതിഭയങ്കരമായ വേദന വന്ന് നോക്കിയപ്പോൾ അവിടെ നഖം ഇങ്ങനെ പൊളന്ന് അത് മുഴുവൻ പറഞ്ഞ് താഴെ വീഴാറായിരിക്കുന്നു. ഞാൻ പിന്നെ മുഴുവൻ പറിച്ചു കളഞ്ഞു. ഞാൻ അറിയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്നിൽ ഞാൻ അവിടെ ഇല്ലേ. ഇതുപോലെയാണ് എൻ്റെ കൈ പോയാലും കാല് പോയാലും കണ്ണ് പോയാലും ശരീരം പോയാലും ജീവൻ അതുപോലെ അവശേഷിക്കുന്നു. എൻ്റെ ഉള്ളിലെ ബോധതലം അതുപോലെ തന്നെ അവശേഷിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മുഴുവൻ ജീവനും പോകുമ്പോൾ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയും എസൻഷ്യൽ ബീയിങ് നേച്ചറും എല്ലാം അതുപോലെ തന്നെ അവശേഷിക്കും. അതിന് ഒരു വേദന അതെപ്രകാരമാണ് വരുന്നത്. അതായത് ഞാൻ ദേഹത്തിലായിരുന്ന സമയത്ത് ദേഹം കൊണ്ട് എനിക്ക് ചെയ്യുവാൻ പറ്റുമായിരുന്ന അല്ലെങ്കിൽ യുദ്ധം ചെയ്യുവാൻ പറ്റുമായിരുന്ന പല സാഹചര്യങ്ങളെയും ഞാൻ അത് മുതലാക്കാതെ ദേഹം കൊണ്ട് ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം അതിനെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഈ സിസ്റ്റത്തിൻ്റെ ഭാഗത്തോട് ചേരുവാൻ പറ്റാതെ പോയി. ഈ ദേഹം തന്നിരിക്കുന്നത് ഈ സിസ്റ്റത്തോട്, ഏത് സിസ്റ്റത്തോട്? ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റത്തോട് ചേരുവാൻ വേണ്ടി ഈ ദേഹത്തെ ഉപയോഗിക്കുവാനാണ്. ദേഹം കൊണ്ട് വേണം നമ്മൾ പാപത്തെ തോൽപ്പിക്കാൻ. ദേഹം ഒരു ആയുധമായിട്ട് മാറ്റണം, ശരീരം ഒരു ആയുധമായിട്ട് മാറ്റണം. ആ ആയുധം കൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് അടുക്കുവാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ച് നമ്മളെ അതിന് വഴി നടത്തും. നമുക്ക് 13-ാം വാക്യത്തിലേക്ക് വരാം. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം, അതിനെപ്പറ്റിയാണ് പറഞ്ഞുകൊണ്ട് വന്നത്. സത്യവചനം ആദിയിൽ പിതാവാം ദൈവം ഈ സിസ്റ്റത്തിൽ കൊടുത്തതാണ്. അതിനകത്തൊരു വിലക്കുമുണ്ട്, ഒരധികാരമുണ്ട്. ഇത് രണ്ടുമുണ്ട്, വിലക്കുമുണ്ട് അധികാരമുണ്ട്. വിലക്കെന്തിനു വേണ്ടിയാണ്? ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മളെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു വിലക്കല്ലത്. ദൈവരാജ്യത്തിന് പറ്റാത്ത ഒരു കാര്യത്തെ അത് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുക. പറ്റാത്തൊരു കാര്യമല്ലത് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നടുക്ക് നിൽക്കുന്ന വൃക്ഷം എത്ര വർഷം ഉണ്ടായിരുന്നു? നടുക്ക് എത്ര വർഷം ഉണ്ടായിരുന്നു? നടുക്ക് 3, 2, പിന്നെ ഇനിയുണ്ടോ? നടുക്ക് എത്ര വർഷം ഉണ്ടായിരുന്നു? ഇനി അത് ക്ലിയറായിട്ട് ചെയ്തു പോകണ്ടേ? തോട്ടത്തിൻ്റെ നടുവിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? 1 അല്ല, എന്തായാലും 2 വർഷം. ഏതൊക്കെയാണത്? ജീവവൃക്ഷവും 2-ാം അധ്യായം 9-ാം വാക്യം വായിച്ചേ. 2-ാം അധ്യായം ഉൽപ്പത്തി 2-ാം അധ്യായം 9-ാം വാക്യം. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയാം ദൈവം നിലത്തിൽ നിന്ന് മുളപ്പിച്ചു. ഇത് മനുഷ്യ ആത്മാവും മനുഷ്യദേഹിയുമാണ്. മനുഷ്യ ആത്മാവിലുള്ള ഒരു വൃക്ഷം, മനുഷ്യദേഹിയിലുള്ള മറ്റൊരു വൃക്ഷം. അതാണ് ജീവവൃക്ഷം. മനുഷ്യ ആത്മാവിൽ നട്ടുപിടിപ്പിച്ചതാണ്, ബോധതലത്തിൽ നട്ടുപിടിപ്പിച്ചതാണ് നന്മതിന്മകളെക്കുറിച്ചുള്ള എന്തിൻ്റെ വൃക്ഷം? അറിവിൻ്റെ വൃക്ഷം. ആ അറിവ് കർത്താവിൽ കൂടി അവിടേക്ക് നിറച്ചിട്ട് വേണം ഈ ആത്മാവിൻ്റെ ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ.
അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നിറയാതെ, ബോധതലത്തിൽ ക്രിസ്തുവിനെ നിറയ്ക്കാതെ, അവൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കാതെ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയില്ല. ക്രിസ്തു പരിജ്ഞാനത്തിന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. നമ്മുടെ ബോധതലത്തിനാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ബോധതലം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, അല്ലെങ്കിൽ ബോധതലത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്തിയാൽ ദേഹം പതിയെ പതിയെ ആ ബോധതലത്തോട് വഴിപ്പെട്ടുകൊള്ളും. അതായത് ക്രിസ്തുവിലേക്ക് ശ്രദ്ധ, ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന മശിഹാ തമ്പുരാനിലായിരിക്കണം. ഈ ബോധതലം യേശുവിന് അവകാശപ്പെട്ട മണ്ഡലമാണ്. ഇത് ക്രിസ്തുവിനുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പിശാച് ഈ ബോധതലത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് നമ്മളെ മറിച്ച് കളയുന്നത്. അവിടെ നിന്ന് മറിച്ച് കളയും. അപ്പോൾ ക്രിസ്തു പരിജ്ഞാനത്തിലില്ലാത്തവനെല്ലാം ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യത്തിൽ വരെ ഈ ബോധമില്ലാത്ത അവസ്ഥയുണ്ടാവും. എന്ത് കണ്ടാലും ഇറിറ്റേഷൻ ആകുക, എന്ത് കണ്ടാലും ഇറിറ്റേഷൻ ആകുക. നമ്മുടെ സാഹചര്യത്തിനൊത്ത് ഒരു കാര്യം ഒത്തു വന്നില്ലെങ്കിൽ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ബോധത്തിൽ ക്രിസ്തു പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്കൊക്കെ ഉണ്ടായിരുന്ന വലിയൊരു കുഴപ്പമാണ്. ഇപ്പോഴും ഇല്ലെന്നൊന്നും പറയുന്നില്ല, ഇപ്പോഴും ഉണ്ട്. നമുക്കില്ലാത്ത, അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകുകയാണ്. എന്തുകൊണ്ടാണ്? ക്രിസ്തു പരിജ്ഞാനം പൂർണ്ണമായില്ല. അതുകൊണ്ടാണ്. പൂർണ്ണമായവന് അതെങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് ജ്ഞാനം കൊണ്ട് പഠിപ്പിക്കും. എന്തിനാണ് ഈ ജ്ഞാനം എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഞാനൊരു സദറാ ചിന്തകളിൽ പറഞ്ഞു തന്നിരുന്നു. ജ്ഞാനം എന്തിനാണ് ക്രിസ്തുവിനെ ജ്ഞാനമായിട്ട് നമ്മളുള്ളിൽ കൊണ്ടു നടക്കുന്നത്? ഇതില്ല എന്ത് കുഴപ്പമുണ്ടോ? ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുകയും കർത്താവിനെ അറിഞ്ഞ് അവനെ ആരാധിക്കുകയും ചെയ്താൽ പോരെ. എന്തിനാണ് ക്രിസ്തു പരിജ്ഞാനീയം? എന്തിനാണ് ഈ ജ്ഞാനം? ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനം. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവൻ ദൈവമാകുന്നുവെന്നും അവനിൽ ദൈവത്വം അവൻ ജനിക്കുന്നതിന് മുമ്പേയും ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ഉയർത്തെഴുന്നേൽക്കുമ്പോഴും എല്ലാം ആ ദൈവമായിട്ട് തന്നെ സമ്പൂർണ്ണമായി നിലകൊണ്ടു എന്നുള്ള ആ പരിജ്ഞാനം എന്തിനാണ് നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കുന്നത്? അതിന് ഒറ്റ കാര്യമുള്ളൂ. ഇത് ആരെയും പറഞ്ഞ് ബോധിപ്പിക്കാനല്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നു. സത്യം പറഞ്ഞാൽ ഈ ജ്ഞാനം അതിനുള്ളതല്ല. നിങ്ങൾ ക്ഷമയോടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു സിസ്റ്റത്തിനകത്തായതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമയോടെ കേൾക്കുന്നത്. അല്ലെങ്കിൽ അത്രയും ക്ഷമയുണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഷിപ്പ് ഉളവാക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വരും. നിങ്ങൾ ഒരു കാഷ്വൽ സിറ്റുവേഷനാണെങ്കിൽ എണീച്ചു പോകാനും സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഒരു ദേവാലയത്തിനകത്ത് നിങ്ങൾ ഒരു സിസ്റ്റത്തിനകത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് വാസ്തവം. അതുകൊണ്ട് എന്നിൽ ദൈവികമായ എന്തെങ്കിലും ജ്ഞാനം കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പകർന്നു തരുന്നത് നിങ്ങൾക്ക് പകർന്നു തരാൻ വേണ്ടിയല്ലത്. അത് പകർന്നു കൊടുക്കണ്ടെന്നല്ല. പക്ഷെ അതിനേക്കാളിൽ അതിന് പ്രയോജനമുള്ള മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്ന് പറയാമോ? എന്താണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ജ്ഞാനം എന്നെ രക്ഷിക്കാനാണ്. അത് കഴിഞ്ഞിട്ടേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. എയറോപ്ലെയിനിൽ കയറുമ്പോൾ പറയത്തില്ലേ, അവരിങ്ങനെ എയർ ഹോസ്റ്റസ് വന്നിട്ട് ഇങ്ങനെ ഓരോ സാധനം എടുത്ത് കാണിച്ചുകൊണ്ട് പറയത്തില്ലേ, എന്നിട്ട് അവസാനം ഈ മൂക്കിൽ ശ്വാസം വയ്ക്കുന്ന കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ബ്രീത്തിങ് അപ്പാരറ്റസ് വയ്ക്കുന്ന കാര്യം പറയുമ്പോൾ അവരെന്താ പറയുക? ആദ്യം നിങ്ങൾ വയ്ക്കണം. ആദ്യം നിങ്ങളെ തന്നെ രക്ഷിക്കുക, എന്നിട്ടേ അടുത്ത ആളെ പരിചരിക്കാൻ പോകാവൂ. അല്ലാതെ എൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കുഞ്ഞിന് കൊടുക്കാൻ പോയാൽ നിനക്ക് ശ്വാസം വേണ്ടേ? അതുകൊണ്ടാണ് അത് അവരാദ്യം പറയുന്നത്. മുങ്ങിച്ചാവാൻ പോകുന്നവനെ രക്ഷിക്കാൻ ഇറങ്ങുന്നവൻ ആദ്യം അവൻ സേഫായിട്ട് നീന്തുകയും അവൻ ആ വെള്ളത്തിന്മേലുള്ള കൺട്രോൾ ഉണ്ടാകുകയും വേണം. അല്ലാതെ മറ്റവൻ്റെ ദേഹത്ത് കയറി പിടിച്ചാൽ ഈ മുങ്ങി താഴ്ന്നവൻ ഈ രക്ഷിക്കാൻ വരുന്നവനെയും കൊണ്ട് പിടിച്ച് താഴോട്ടാക്കി കളയും. ദൈവിക ജ്ഞാനം, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം നമ്മളെല്ലാവരും നിറയുന്നത് നമ്മളെ തന്നെ ക്രിസ്തുവിനോട് അടുപ്പിക്കാനും
പാപത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാനുമാണ്. അല്ലാതെ എൻ്റെ ജ്ഞാനം നിങ്ങൾക്ക് വിളമ്പിത്തന്ന് ഞാൻ ജ്ഞാനിയാണെന്ന് കാണിച്ചാൽ അതിൽ പരം ഒരു അധപ്പതനമില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ സൂക്ഷ്മമായിട്ട് പറയുന്നത്, അറിവ് ചീർപ്പിക്കുന്നു. അറിവ് ചീർപ്പിക്കുന്നു. ഇന്ന് പറ്റിയിരിക്കുന്ന വലിയൊരു പരാജയം അത്. എല്ലാവർക്കും ഭയങ്കര അറിവാണ്. പ്രത്യേകിച്ച് AI സാങ്കേതികത വന്നതോടുകൂടി എല്ലാം നമ്മുടെ കൺമുൻപിലുണ്ട്. അക്കാഡമിക്കലായിട്ട് വളരെയധികം ഡിഗ്രീസും ഡിപ്ലോമാസും ഡോക്ടറേറ്റ്സും എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മളെ ചീർപ്പിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ഓരോ അറിവ് വർദ്ധിക്കും തോറും ക്രിസ്തു പരിജ്ഞാനീയത്തിൻ്റെ ഗുണം അതാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു വരുംതോറും നമ്മൾ എളിമയുള്ളവരായി വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം തന്നെ നമ്മളെ ചീർപ്പിക്കുന്ന അറിവായിട്ട് മാറുവാണെങ്കിൽ നമ്മൾ ആ പരിജ്ഞാനം കൊണ്ട് പ്രയോജനമില്ലാത്തവരായി പോകും. അപ്പോൾ ദേഹിയുടെ മണ്ഡലത്തിലേക്ക് വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ശ്രദ്ധ അവിടെ കൊടുക്കണം. ശ്രദ്ധ എന്നൊരു വാക്ക് ഹൈന്ദവ ശാസ്ത്രത്തിൽ ഈ ശ്രദ്ധ എന്നുള്ള വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ശ്രദ്ധ. ഇപ്പം ബോധതലത്തിലാണ് നമ്മുടെ ശ്രദ്ധ കൂടുതൽ ഉണ്ടാകേണ്ടത്. കാരണം ക്രിസ്തുവിന് അവകാശമുള്ള മണ്ഡലമാണ്. അവകാശമുള്ള മണ്ഡലം എൻഗേജ്മെൻറ്റിനാൽ അവകാശി അത് മുദ്രയിട്ട് കഴിഞ്ഞ് വേശ്യാവൃത്തിക്ക് പോയാൽ അവകാശി വരുമ്പോൾ ആ അവകാശത്തെ അവൻ സ്വീകരിക്കത്തില്ല. കാരണം മറ്റൊരാളുടേത് ക്രിസ്തു ഒരിക്കലും എടുക്കുകയില്ല. അത് കാണിച്ചു തരുവാനാണ് വേദോത്സവത്തിൽ പലപ്പോഴും മറ്റൊരാൾ ഉപയോഗിച്ചൊരു കാര്യം ക്രിസ്തുവിന് വേണ്ടാന്ന് പറയുന്നത്. ആരും കയറിയിട്ടില്ലാത്ത കഴുത, ആരും ഇന്നേ വരെ അടക്കിയിട്ടില്ലാത്ത കല്ലറ, ഇങ്ങനെ ചില കാര്യങ്ങളിൽ ദൈവം ശാഠ്യം പിടിക്കുന്നത് അവകാശി സർവത്തിന് യജമാനനാണ്. അതുകൊണ്ട് ആ അവകാശിക്കുള്ളതാണ് അത് മുഴുവനും. അത് വേറൊരാൾ ഉപയോഗിച്ചത് ക്രിസ്തു എടുക്കില്ല. ഇനി അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പാപത്തിന് മരിക്കണം. ആര് നിങ്ങളിൽ അവകാശം ഏറ്റെടുത്തോ അതിന് മരിക്കണം. അതാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ പഠിച്ചു. ഭർത്താവുള്ള സ്ത്രീ ന്യായപ്രമാണ മുഖാന്തരം ഭർത്താവിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മറന്നുപോയെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഭർത്താവുള്ള സ്ത്രീ എന്ത് ചെയ്തിരിക്കുന്നു? ന്യായപ്രമാണ മുഖാന്തരം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാലോ അവൾ ആ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു, അല്ലേ? ആ പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. ഇവിടെ ഈ ഭർത്താവ് എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. സ്ത്രീ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും. എന്നിട്ട് പൗലോസ്ലീഹ പറയുന്നതാണ്, നിങ്ങൾ അവനാകേണ്ടതിന് അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റതുപോലെ നിങ്ങളും ആവണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഭർത്താവിന് മരിക്കണം, അതായത് ന്യായപ്രമാണത്തിന് മരിക്കണം. കാരണം ന്യായപ്രമാണത്തിന് മരിക്കുവാൻ സാധ്യമല്ല, ഭർത്താവിന് മരിക്കുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? മനുഷ്യൻ ആയിരിക്കുന്നവർ ഭർത്താവിന് മരിക്കുവാൻ സാധിക്കും, പക്ഷേ ഭർത്താവിൻ്റെ പ്രതീകമായ ന്യായപ്രമാണത്തിന് മരിക്കുവാൻ സാധിക്കത്തില്ല. കാരണം ന്യായപ്രമാണത്തിൻ്റെ വള്ളിയും പുള്ളിയും അഴിഞ്ഞു പോകുന്നതല്ല, അതിന് മരണമില്ല. പക്ഷേ മോശയുടെ ന്യായപ്രമാണത്തിന് നിനക്ക് മരിക്കുവാൻ സാധിക്കും. അതായത് പാപത്തിന് മരിക്കണം. പാപത്തിന് മരിച്ച് ക്രിസ്തു പാപത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതുപോലെ അവനിൽ സ്നാനമേറ്റ് മരിച്ച് അടക്കപ്പെടുമ്പോൾ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താ? ഭർത്താവിന് മാച്ചായി. ഇപ്പോൾ അവകാശമില്ല. സത്യവചനത്തിൽ നിന്ന് പോയതാ. അപ്പോൾ ഏദൻ തോട്ടത്തിൽ ഇങ്ങനൊരു സത്യവചനമുണ്ട്. അതിൽ ദേഹിയുടെ മണ്ഡലത്തിലൊരു വൃക്ഷമുണ്ട്, ആത്മാവിലൊരു വൃക്ഷമുണ്ട്. ആ ദേഹിയുടെ മണ്ഡലത്തെ വൃക്ഷത്തിനാണ് വിലക്ക് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഭക്ഷിക്കാൻ നിനക്ക് ഞാനത് തന്നുകൊള്ളാം, പക്ഷേ അത് സമയമാകുമ്പോൾ തരാം, തൽക്കാലം വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞത് കേൾക്കാതെ ദേഹിയുടെ മണ്ഡലത്തെ ലൗകിക സുഖങ്ങൾ കൊണ്ട് പോഷിപ്പിച്ചതുകൊണ്ട് ഈ അബദ്ധമെല്ലാം മനുഷ്യജാതിക്ക് സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചു പോയി. ഇതാണ് സത്യവചനിപ്പിൽ അപ്പോൾ എപ്പോഴും ഒരു നിർബന്ധവും ഒരു വിലക്കുമുണ്ട്. ആ വിലക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ക്രിസ്തുവിൽ സ്വതന്ത്രരായിരിക്കുക എന്ന് പറഞ്ഞാൽ തോന്നുന്നതെല്ലാം ചെയ്യുക എന്നുള്ളതല്ല.
ക്രിസ്തുവിൽ എനിക്ക് എന്ത് തോന്നിവാസവും കാണിക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാകുക എന്നാണ് അർത്ഥം. പാപം ചെയ്യുവാൻ നമുക്ക് തോന്നുന്നില്ല എന്നുള്ള അവസ്ഥ എത്തുന്നതിനാണ് ക്രിസ്തുവിൽ സ്വതന്ത്രരാകുക എന്ന് പറഞ്ഞത്. ക്രിസ്തുവിലെ സ്വാതന്ത്ര്യം അതാണ്. അല്ല തോന്നുന്നതെല്ലാം ചെയ്യുക എന്നുള്ളതല്ല, ബൗണ്ടറി ചാടിക്കടക്കുക എന്നുള്ളതല്ല. ബൗണ്ടറിയിലേക്ക് പോകണമെന്ന് പോലും തോന്നുന്നില്ല, ചെറിയ പാപമാണെങ്കിലും വലിയ പാപമാണെങ്കിലും. ഇപ്പോൾ ദേഹത്തെ മലിനമാക്കുന്ന ഒരു പാപം, ഇപ്പം ലഹരി, അത് ദേഹം നമ്മളോടങ്ങ് പറയുകയാണ് ഇത് ചെയ്യണമെന്ന്. പക്ഷേ അത് തോന്നാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പോഴല്ലേ നമ്മൾ സ്വതന്ത്രരാകുന്നത്. ഇത് ക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ജഡീകമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നവർക്ക് അതിൽ നിന്ന് മുക്തി നേടുവാൻ കർത്താവ് നേരിട്ടിറങ്ങാതെ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് ശക്തിയാണത്. ഈ സത്യവചനത്തിൽ നിന്നുമാണ് പിശാച് കൊണ്ട് ദേഹിയിലേക്ക് കൊണ്ടുവന്ന് വിതച്ച വിത്തിനെയാണ് നമ്മൾ പറയുന്നത്. നിങ്ങളത് പറയണം ആ വാക്ക്, അപകടവചനിപ്പ്. പിശാച് കൊണ്ട് വിതച്ചതാണ്. ഇപ്പം സത്യവചനിപ്പ്, അപകടവചനിപ്പ്. ആ അപകടവചനിപ്പിനെ ദൂരീകരിക്കുവാനാണ് ഗബ്രിയേൽ മുഖാന്തരം മാതാവിന് കൊടുത്ത മറ്റൊരു വചനിപ്പ്. അതെന്താണ്? സമാധാന വചനിപ്പ്. ഈ സമാധാന വചനിപ്പ് തന്നെയായിരുന്നു ആദ്യവും. എന്നാൽ മാതാവിന് സമാധാന വചനിപ്പ് കൊടുത്തിട്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ, ഒന്ന് മോൻ കഴിയിട്ട് വന്നു, കുഴപ്പമൊന്നുമില്ല, അല്ലേ, കുഴപ്പമില്ല, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട, അത് സാരമില്ല, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, എന്താണ് ഞാൻ പറഞ്ഞിട്ടൊന്ന്? സമാധാന വചനിപ്പിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഈ സത്യവചനിപ്പ്. അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ വീണ്ടും ഈ സിസ്റ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും എഫേസ്യ ലേഖനം 13 വാക്യം ഒന്നുകൂടെ വായിച്ച്, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമെന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും. ഈ സത്യവചനം കേൾക്കുക എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു നിബന്ധനയുണ്ട്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ചില രീതികളുണ്ട്. അതാണ് സത്യവചനം. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ നീതീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം നമുക്ക് തരുന്നതാണ് സത്യവചനം. അത് നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. അപ്പം വചനം നിങ്ങൾ കേൾക്കണം, കേട്ട വചനമാണ് വിശ്വാസമായി മാറുന്നത് എന്ന് വേറൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാണ്? റോമർ 10:17 റോമർ 10:17 വാക്യമാണെന്ന് ചോദിച്ച്, വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അങ്ങനെയാണ് അല്ലേ? അപ്പോൾ സത്യവചനം നിങ്ങൾ കേൾക്കണം, കേൾക്കുന്ന വചനം വിശ്വാസമായി പരിണമിക്കുകയും ചെയ്തിട്ട്. 10:17 തന്നെയാണോ? ഒന്ന് വായിച്ചേ. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ സത്യവചനം നിങ്ങൾ കേൾക്കണം. അപ്പോൾ വചനത്തിൽ നിന്നാണ് കേൾവി വരുന്നത്. അതിൽ കൂടി വിശ്വാസവും നമ്മളിൽ സംഭവിക്കുന്നു. തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇത് മാമോദീസായിൽ സൗജന്യമായി പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത് ഈ സിസ്റ്റത്തിലേക്ക് നമ്മളെ വീണ്ടും തിരിച്ച് വീണ്ടെടുത്ത് ചേർക്കുവാനാണ്. അതുകൊണ്ടാണ് പറയുന്നത്, തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട്. അതായത് കർത്താവിൻ്റെ മഹത്വത്തോടുകൂടി നമ്മൾ ചേരുമ്പോഴേ ദൈവരാജ്യത്തിൽ ദൈവത്തിന് പോലും ആശ്വാസമുള്ളൂ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പുരോഹിതന്മാരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴുള്ള പ്രാർത്ഥനയിൽ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്: അവൻ നിന്നിൽ ആശ്വസിക്കുകയും നീ അവനിൽ ആശ്വസിക്കുകയും ചെയ്യട്ടെ എന്നാണ്. അവൻ നിന്നിൽ ആശ്വാസമുണ്ട്, നിനക്ക് അവനിലും ആശ്വാസം ഉള്ളതുപോലെ കർത്താവ് നിന്നിലും ആശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ആശ്വാസത്തോടും ആനന്ദത്തോടും കൂടെ നമ്മളെ പങ്കുകാരാക്കുവാനാണ്. 1 തെസ്സലോനിക്കർ
5-ാം അധ്യായം 9-ാം വാക്യം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. അതായത് കർത്താവിനോട് കൂടി രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്ന. ആ രക്ഷ വന്നെങ്കിൽ, അല്ലെങ്കിൽ ആ രക്ഷയിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ മാത്രമേ ദൈവത്തിന് പോലും അവൻ്റെ ആനന്ദ പൂർത്തീകരണമുള്ളൂ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ, എബ്രായ ലേഖനം 11-ാം അധ്യായം 11-ാം അധ്യായത്തിൽ 39-ാം വാക്യം എടുക്കുക. 11-ാം അധ്യായം മുഴുവൻ പറയുന്നത് വലിയൊരു പിതാക്കന്മാരുടെ ഒരു ഹിസ്റ്ററിയാണ്. വിശ്വാസത്താൽ സാക്ഷ്യമേറ്റ വലിയൊരു നീണ്ട നിര, പിതാക്കന്മാരുടെ ഒരു നീണ്ട നിര പറയുന്നുണ്ട്. അബ്രഹാം മുതലിങ്ങനെ താഴോട്ട് പറയുകയാണ്. ഈ പിതാക്കന്മാരുടെ എല്ലാ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് ആദ്യ തൊട്ട് പൗലോസ്ലീഹ പറയുകയാണ്. പറഞ്ഞിട്ട് 39-ാം വാക്യം വായിക്കാമോ? അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതെ ഇരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അതായത് നമ്മളും കൂടെ ചെന്നെങ്കിലേ ഈ രക്ഷയുടെ പൂർത്തിയുള്ളൂ. അത് നമുക്കിപ്പോൾ അത് മനസ്സിലാകാത്തതിൻ്റെ കാര്യം, ആത്മാവിനെ പിതാവാൻ ദൈവം സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ ആത്മാവും ഈ പിതാക്കന്മാരുടെ ആത്മാവും എല്ലാം പിതാവിൽ ഒന്നിച്ചുണ്ടായിരുന്നല്ലോ. നമുക്കിത് രണ്ട് എൻറ്റിറ്റിയായിട്ട് തോന്നുന്നതിൻ്റെ കാര്യം നമ്മൾ വേറൊരു സമയത്തായതുകൊണ്ടാണ്. പിതാവാൻ ദൈവത്തിന്, അല്ലെങ്കിൽ പരിശുദ്ധ തൃത്വത്തിന്, നാമും അവരും എല്ലാം ഒറ്റ യൂണിറ്റാണ്. അപ്പോൾ നമ്മെ കൂടാതെ ഇത് പൂർത്തിയാവത്തില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരെയുള്ള ആത്മാക്കൾ ക്രിസ്തുവിൽ ഒന്നായി ചേർന്നിരിക്കുന്ന ആ കാലസമ്പൂർണതയുടെ വ്യവസ്ഥ, അത് എഫേസ്യ ലേഖനത്തിൽ 10-ാം വാക്യം എന്ന് വായിച്ച 1-ാം അധ്യായം 10-ാം വാക്യം, അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ എല്ലാം യേശുവിൽ ഒന്നാകും. യേശുവിൽ ഒന്നാകുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇൻഡിവിജ്വാലിറ്റി അതുപോലെ തന്നെ നിലനിൽക്കും. യേശുവിൻ്റെ മണവാട്ടി സഭ, പക്ഷേ ഇൻഡിവിജ്വാലിറ്റി അതുപോലെ നിലനിൽക്കും. ഉദാഹരണം, ഇപ്പോൾ നിങ്ങൾ ഈ ഭിത്തിയെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ള ഭിത്തി അല്ലേ, ഇതിന് നിങ്ങൾ പറയുന്നത് ഭിത്തി എന്നാണ് അല്ലേ? ഭിത്തി ഒറ്റ യൂണിറ്റാണ്. ഭിത്തി എന്ന് പറയുമ്പം ഇവിടവും ഭിത്തിയാണ്, ഇവിടെയും ഭിത്തിയാണ്, പടിഞ്ഞാറ് ഭാഗവും ഭിത്തിയാണ്. പക്ഷേ ഈ ഭിത്തി പൊളിച്ചാലോ? ഭിത്തി പൊളിച്ചാൽ ഇഷ്ടികകൾ കാണാം. ഇഷ്ടികകൾ അല്ലേ? ഇഷ്ടിക എന്നാണല്ലോ പറയുന്നത്. ഇഷ്ടികകൾ കാണാം. ഓരോ ഇഷ്ടികയും സെപ്പറേറ്റാണ്. ഇത് ഒന്നിച്ച് തേച്ച് വെച്ചിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇഷ്ടിക എന്നല്ല, ആണോ? വലത്തെ ഇഷ്ടികയിലോട്ട് പോയി നോക്കുന്നാണ് പറയുന്നത്, വലത്തെ ഭിത്തിയിലേക്ക് നോക്കൂ എന്നാണ് പറയുന്നത്. ഇതുപോലെയാണ് സഭ. ഇനി സഭ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ മണവാട്ടി, ആ സിസ്റ്റത്തിൽ വരുന്നതാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ എന്ന് പറയുന്നത്. അതായത് ഓർഗാനിക് സ്പിരിച്വൽ സെറ്റപ്പിലുള്ള എല്ലാ ആൾക്കാരും, അതിൽ ജാതികളുണ്ടാവും, നമ്മൾ ചിന്തിക്കാത്തതുപോലുമല്ലാത്ത വലിയൊരു കൂട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഈ തൊഴുത്തിൽപ്പെടാത്ത അനേക ആളുകൾ എനിക്കുണ്ടെന്ന് കർത്താവ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവർ തിരിച്ചറിയുന്നത് ചിലപ്പോൾ അപ്പോഴായിരിക്കും. അതിവിശുദ്ധരായി ജീവിക്കുന്ന അനേകം ഹൈന്ദവ സന്യാസിമാരെ എനിക്കറിയാം, അതിവിശുദ്ധരാണ്. അപ്പോൾ അവർ ക്രിസ്തുവിനിൽ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതുപോലെ ഒരു ബുദ്ധനെ പോലെയോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ലോകത്തിലേക്ക് ഇന്നേ വരെ അവതാരം ചെയ്തിട്ടുള്ള അവതാര പുരുഷന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടൊക്കെ അവർ കാണുന്നുണ്ട്. പക്ഷേ അവനിലാണ് ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നതെന്ന് അവർക്കൊന്നും ഉൾക്കൊള്ളുവാൻ
പറ്റുന്നില്ല. അതിനൊരു പ്രത്യേക ഗ്രേസ് വേണം. അതിൽ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ നമുക്കതിൻ്റെ ഗ്രേറ്റ്നെസ് അറിഞ്ഞുകൂടാന്നുള്ളതാണ് പ്രശ്നം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതെല്ലാം ബൈ ഗ്രേസ് സംഭവിച്ചതാണ്. 2-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. 8-ാം വാക്യം വായിച്ച 2-ാം അധ്യായം 8-ാം വാക്യം, എഫേസ് ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. അപ്പോൾ ഇത് നമ്മൾ ആക്കിയിട്ടില്ല. പക്ഷേ അനേക ഹൈന്ദവ വിശുദ്ധന്മാരുണ്ട്, അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ള വിശുദ്ധന്മാരുണ്ട്, ഭയങ്കര വിശുദ്ധിയാണ്. പക്ഷെ അവർക്ക് ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല. അവരെപ്പോൾ ഇതിലെത്തിപ്പെടും അത് പറയാമോ? സമയമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. വചനം പറയണം. വചനം നിങ്ങൾക്ക് കാണിക്കാമോ? നിങ്ങൾ കാണിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ കാണിക്കത്തില്ല എന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ തന്നെ അത് പറയാം. ഇത് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിലുണ്ട്. 2-ാം അധ്യായത്തിലുണ്ട്. ഈ വചനം കണ്ടുപിടിക്കൂ. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. എത്രാം വാക്യാണ്? 2-ാം അധ്യായം 16-ാം വാക്യം, 14-ാം വാക്യം ഒന്ന് വായിച്ചേ. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. ഞാൻ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞായിരുന്നു, ഈ ന്യായപ്രമാണം എന്നുള്ള സ്ഥലത്ത് വേദപുസ്തകം ഒന്ന് വായിക്കുക, എന്നിട്ട് ജാതികൾ എന്നുള്ള സ്ഥലത്ത് മറ്റു മതസ്ഥർ എന്ന് വായിക്കുക. ഇനിയൊന്ന് വായിച്ചു നോക്കി. വേദപുസ്തകം ഇല്ലാത്ത, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ പറ്റാത്ത മറ്റു മതസ്ഥർ വേദപുസ്തകത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ, അതായത് വേദപുസ്തകം പറയുന്നത് എന്താ, അല്ലെങ്കിൽ കർത്താവ് പറയുന്നത് എന്താണ്? നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കണം, അല്ലേ? അപ്പോൾ സ്വഭാവത്താൽ അവർ വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ വേദപുസ്തകം ഇല്ലാത്ത അവർ തങ്ങൾ തന്നെ ഒരു വേദപുസ്തകമാകുന്നു. ഇവരെ എങ്ങനെയാണ് ദൈവം ന്യായം വിധിക്കുന്നത്? ഇതാണ് പ്രമാണം. അപ്പോൾ അവർ കർത്താവിനെ അവിടെ വെച്ച് കാണുമ്പോൾ, ഇത്രയും വിശുദ്ധിയോടെ ജീവിച്ചവർക്ക് ആ സമയത്ത് യഥാർത്ഥ സത്യദൈവത്തെ കാണുമ്പോൾ അവർ ഏറ്റുപറയില്ലേ? എല്ലാ നാവും മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതുകൂടെ വായിച്ചേ. എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങും എന്നുള്ളത് 2-ാം അധ്യായം 10-ാം വാക്യം, 9-ഉം 10-ഉം വാക്യം വായിക്കാം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. എല്ലാ നാവും, എവറി ടങ്. അപ്പോൾ അതിൽ ഇവരെല്ലാം ഉണ്ട്. ഇത്രയും വിശുദ്ധിയോടെയും ആ ദൈവിക ജ്ഞാനത്തിലും, അവരുടെ ഉള്ളിൽ നിറയെ ജ്ഞാനമാണ്. ജ്ഞാനം മാത്രമേ ഉള്ളൂ. നോച്ചൂർ വെങ്കിട്ടരാമനെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നോച്ചൂർ വെങ്കിട്ടരാമൻ. ചുമ്മാ യൂട്യൂബിലൊക്കെ പോയി ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ജ്ഞാനം നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ക്രിസ്തു പരിജ്ഞാനീയത്തിലേക്ക് വരുവാൻ അവർക്ക് സാധ്യമല്ല. അവർ ആ സിസ്റ്റത്തിലാണ്. പക്ഷെ അവർ കാണുന്ന സമയത്ത് ഈ ദൈവിക പരിജ്ഞാനം തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും ഇതാണ് എന്നുള്ളത്. അത് ചിലർക്ക് അവിടെ വരെ പറ്റുന്നുള്ളൂ. സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന പുസ്തകം 2 വോളിയം, ദ ബിഗസ്റ്റ് വോളിയംസ് ആണ്. ഒരു ഹൈന്ദവ സന്യാസിയാണ്. അദ്ദേഹത്തിന് യേശുക്രിസ്തുവിൻ്റെ വിഷനുണ്ടായി. യേശുക്രിസ്തുവിൻ്റെ പടം വരെ ആ പുസ്തകത്തിൽ ഉണ്ട്. എൻ്റെ ഇരിപ്പുണ്ട് 2 വോളിയം. ഇത്രയുണ്ട് ഒരു വോളിയം. 2 വേദപുസ്തകം ചേർത്ത് വെച്ചാലേ ഒരു വോളിയം ആകത്തുള്ളൂ. സ്വാമി യോഗാനന്ദ പരമഹംസ
പക്ഷേ അദ്ദേഹം ഹൈന്ദവനായിട്ട് തന്നെയാണ് നിലകൊണ്ടത്. അതാ ചില ബ്ലോക്ക് അങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ അവരൊന്നും ഈ ലോക ജീവിതത്തിൽ കർത്താവിനെ ഏറ്റുപറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവർ ഏറ്റുപറയില്ല എന്ന് നിർബന്ധമില്ല. കാരണം ഇത്രയും ദൈവിക പരിജ്ഞാനമുള്ളവർ അവർ അടുത്ത സ്റ്റേജിലെത്തുമ്പോൾ സത്യമാവിനെ കാണുകയും എല്ലാ നാവും യേശു കർത്താവ് എന്ന് പിതാവാം ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് അതിശ്രേഷ്ഠമാണ്, അതുപോലെ ജീവിച്ച ആളാണ്. പക്ഷെ ഈ പോയിന്റിൽ എത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. അങ്ങനെ അനേകർ, ശ്രീരാമകൃഷ്ണ പരമഹംസ, അവരൊക്കെ അതിവിശുദ്ധരായിട്ട് ജീവിച്ചിരുന്ന സന്യാസി ശ്രേഷ്ഠ ചര്യന്മാരാണ്. അതിലൊന്നും ഒരു സംശയമില്ല. എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ ജീവിത വിശുദ്ധി കാത്തുകൊണ്ടവരാണ്. പക്ഷെ ഈ പോയിന്റ് കിട്ടിയില്ല. ഈ പോയിൻ്റാണ് സൗജന്യമായിട്ട് ചുമ്മാതിങ്ങി നമുക്ക് എടുത്ത് തന്നേക്കുന്നതെന്ന് പൗലോസ്ലീഹയുടെ എഫേസ്യ ലേഖനത്തിൽ 2 പ്രതിപാദിച്ചിട്ടുണ്ട്. 14 വാക്യം വായിച്ച 1 അധ്യായം. തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചുമ്മാ അങ്ങനെ കിട്ടിയോണ്ടാണ് നമുക്ക് ഇതിൻ്റെ വാല്യൂ അറിയാത്തത്. പൈസ കൊടുത്ത് വാങ്ങിച്ചിരുന്നെങ്കിലേ വില അറിഞ്ഞേന്. വില കർത്താവാണ് കൊടുത്തത്. പാവം ശരീരവും തകർത്ത് രക്തം ഒഴിച്ച് വില കൊടുത്തതുകൊണ്ട് സാധനം എടുത്ത് ചുമ്മാതിങ്ങി തന്നു. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വില അറിയത്തില്ല. തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ, അതായത് ഫ്രീ ഗിഫ്റ്റായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ജീവൻ്റെ വൃക്ഷം ഏദൻ തോട്ടത്തിൽ നടുക്ക് നിന്നതിൽ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന അച്ചാരം അവിടെ ഉണ്ടായിരുന്നു. ജീവവൃക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഇത് ആദാമിനും ഹവ്വായ്ക്കും മനസ്സിലാകാതിരിക്കുവാൻ ബോധതലത്തിൽ നട്ടിരുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ആദ്യമേ എടുത്ത് ഭക്ഷിച്ചതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജ്ഞാനം കയറാതെ ലോകത്തിൻ്റെ ജ്ഞാനം അങ്ങോട്ട് കയറി. എങ്ങോട്ട് കയറി? ബോധതലത്തിലേക്ക് കയറി. ബോധതലം ആരുടേതാണ്? യേശുവിന് അവകാശപ്പെട്ടാണ്. ദേഹി യേശുവിന് അവകാശപ്പെട്ട മണ്ഡലത്തിലേക്ക് അവിടേക്ക് ഇതാ ലോകത്തിൻ്റെ ജ്ഞാനമൊത്രവും കുത്തിക്കയറ്റി. അത് തന്നെയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. എവിടേക്കോ അതിവിശുദ്ധരായ കുഞ്ഞുങ്ങളെ ദൈവം മാറ്റി നിർത്തി ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. കുഞ്ഞിലെ തൊട്ടേ അത്ഭുതം തോന്നുന്ന രീതിയിൽ അത്തരം കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് അത്ഭുതം തോന്നും. ഒരു ചെറിയ പാപം പോലും വലിയ പാപമായിട്ട് തോന്നുന്ന രീതിയിൽ ജീവിക്കുന്ന ഉണ്ട്. അതെന്തുകൊണ്ടാണ് ചെറിയ പാപം വലിയ പാപമായിട്ട് തോന്നുന്നത്? ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നതിൻ്റെ ലക്ഷണമാണത്. ദൂരെ നിന്നു കഴിഞ്ഞാൽ വലിയ പാപങ്ങളെ പാപമായിട്ട് നമ്മൾ കാണത്തുള്ളൂ. ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, അത്യാഗ്രഹം, പക, പിണക്കം, ജാരശങ്ക, ആഭിചാരം, കൊലപാതകം, മ്ലേച്ഛത, ജഡീകാസക്തി, ഇതിനെയൊക്കെയാണ് നമ്മൾ വലിയ വലിയ സംഭവങ്ങളായിട്ട് പറയുന്നത്. നമുക്കിഷ്ടമില്ലാത്ത ഒരാൾ നമുക്കെതിരെ വരുമ്പോൾ, നമുക്കിഷ്ടക്കേടൊന്നുമില്ല, പക്ഷെ എതിരെ വരുമ്പോൾ വെറുതെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുക. അതുപോലും പാപമായിട്ട് കരുതുന്ന തലമുറകൾ എവിടെയൊക്കെയോ കുഞ്ഞിലെ തൊട്ടേ ദൈവം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ലോകം ഇനി അധികകാലം മുമ്പോട്ട് പോകാൻ സാധ്യത കുറവാണ്. ലോകമെല്ലാം കൂടി ഇടിച്ചു പൊറിച്ച് കത്തിക്കരിയൊന്നൊന്നുമല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരം. ഈ തലമുറ ഇല്ലാണ്ടാവും, അതിന് യാതൊരു സംശയം വേണ്ട.
ദൈവമില്ലാതെ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന വലിയൊരു വർഗം തീർത്തും ഉന്മൂലനാശമായിട്ട് പുതിയൊരു ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കത്തക്കവണ്ണമുള്ളൊരു തലമുറയെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു പുതിയ ആകാശം, പുതിയ ഭൂമി. അതുകൊണ്ട് വാഗ്ദത്തത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നതിൻ്റെ വാല്യൂ അറിയണം. അതറിയുവാനുള്ള പ്രാർത്ഥനയാണ് താഴോട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രാർത്ഥനയോടെ വായിക്കുകയാണ്. പ്രാർത്ഥന വായിക്കുന്നതേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അധിക സമയം എടുക്കത്തില്ല. ഈ വാഗ്ദത്തത്തിൻ്റെ അച്ചാരത്തിൻ്റെ ശ്രേഷ്ഠത അറിയണമെന്നുണ്ടെങ്കിൽ താഴോട്ടൊരു പ്രയറാണ്, അതിമനോഹരമായൊരു പ്രാർത്ഥന. 15-ാം വാക്യം തൊട്ട്, അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയും നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും. അപ്പോൾ ഇത്രയും ഭാഗത്ത് വലിയ നീണ്ട വാചകമാണ്. അതങ്ങനെ എഴുതിയിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. ഏതായാലും അതൊന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വായിച്ചു പോകാം. അത് നിമിത്തം ഞാനും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് എന്തു ചെയ്തു? നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ കർത്താവിനെ സ്തോത്രം ചെയ്തു. എന്നിട്ട് പ്രാർത്ഥനയിൽ ഓർത്തു. ഇത് രണ്ടും നമ്മൾ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവത്തെ സ്തുതിച്ചതിന് ശേഷം പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുക. എന്നിട്ടോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ, ഇനി പിതാവാൻ ദൈവത്തിലേക്ക് പോവുകയാണ്. അവൻ എന്ത് ചെയ്തു? അവനാണ് നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള, ആരെക്കുറിച്ചുള്ള അല്ല, പിതാവിനെക്കുറിച്ചുള്ള, ആ പിതാവിനെക്കുറിച്ചുള്ള ജ്ഞാനം നമ്മളിൽ, പിതാവ് ആരാണെന്ന് നമ്മളിൽ നമ്മുടെ ബോധതലത്തിൽ നിറയണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ ആദ്യം വരണം. അതാണ് പറയുന്നത്, നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. അപ്പം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും, അതായത് നമ്മുടെ ഉള്ളിൽ സകല ആത്മീയ അനുഗ്രഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മുഴുവൻ ആ ആത്മാവിനെ നമുക്ക് തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. അതെന്തുവാണ് ഹൃദയദൃഷ്ടി? ഹൃദയം എന്നുള്ള വാക്ക് ശരിക്കും ഇതൊരു ഓർഗനല്ല കേട്ടോ, ഓർഗനല്ല. ഹൃദയം എന്ന് പറഞ്ഞാൽ ദ ഹോൾ ബീയിങ്നെസ്സാണ്. അതായത് ആത്മാവിൻ്റെ ബീയിങ്നെസ്സിനെയാണ് ഹൃദയം. അത് മനുഷ്യൻ്റെ സെൻട്രൽ പാർട്ടിലിരിക്കുന്നതുകൊണ്ട് ഹൃദയം എന്നുള്ള ഓർഗനെ എടുത്ത് വിശേഷിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഹൃദയദൃഷ്ടി എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ആ കണ്ണ്. അത് ഞാൻ നേരത്തെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദൈൻ ഐ ഈസ് സിംഗിൾ എന്ന് ഒരു വചനമുണ്ട് അല്ലേ? നിൻ്റെ അകത്തെ കണ്ണ് ചുവള്ളതെങ്കിൽ, അത് പ്രകാശിതമായെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. അത് സുവിശേഷത്തിൽ എഴുതിയപ്പോൾ നിൻ്റെ കണ്ണ് ചുവള്ളതെങ്കിൽ എന്നാണ്. അത് നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പുറമേയുള്ള കണ്ണെന്നാണ്. അതും ചൊവ്വ ആയിരിക്കണം. അത് ചൊവ്വാന്ന് എങ്ങനെയാണ്? അകത്തെ ഈ കണ്ണ്. യഥാർത്ഥ ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് ഇഫ് ദൈൻ ഐ ഈസ് സിംഗിൾ എന്നാണ്. യുവർ ഹോൾ ബോഡി വിൽ ബി ഇൻ ബ്രൈറ്റ്നസ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗ്രീക്ക് ബൈബിളിൽ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ആ കണ്ണാണ് പ്രകാശിക്കേണ്ടത്, അകത്തെ മനുഷ്യൻ്റെ കണ്ണ്. അകത്തൊരു മനുഷ്യൻ ഉണ്ടെന്നുള്ളത് എഫേസ്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അപ്പോൾ ആ അകത്തെ മനുഷ്യൻ്റെ അകത്തെ കണ്ണിൻ്റെ ദൃഷ്ടി പ്രകാശിപ്പിക്കുവാൻ, അത് അവനെക്കുറിച്ചുള്ള ജ്ഞാനം നമ്മളിലേക്ക് ലഭിക്കുവാൻ. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. 17-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ
ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. എന്തിനാണ് ജ്ഞാനവും വെളിപാടും? നമ്മളെ തന്നെ രക്ഷപ്പെടുത്താനാണ് ആദ്യം. അതായത് പാപത്തിൽ നിന്ന് പ്രൊട്ടക്ഷനാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. പാപം ചെയ്യാതിരിക്കുവാൻ നമുക്ക് ശക്തി വേണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരിക്കണം. പൊർഫീരിയോസ് പരിശുദ്ധൻ പറയുന്നത്, നിങ്ങൾ ഒരു പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ആ പാപത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് ക്രിസ്തു ബോധത്തിലേക്ക് തിരിഞ്ഞു വരിക എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ജ്ഞാനത്താൽ നിങ്ങളെ തന്നെ നിറയ്ക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് ഭയങ്കര മുൻകോപം, എന്നും രാവിലെ വന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എൻ്റെ മുൻകോപം എടുത്തു കളയണമേ. പ്രാർത്ഥിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഉള്ളിലേക്ക് കയറി വരുന്നത്. പിന്നെയും പ്രാർത്ഥിക്കുകയാണ്, എന്നിട്ട് അപ്പുറത്തെ അയൽക്കാരനോട് അടിയാണ്. എന്ത് കണ്ടാലും മുൻകോപം. എന്നും പ്രാർത്ഥിക്കുന്നത് എന്താണ്? കർത്താവേ എൻ്റെ മുൻകോപം എടുത്തു കളയണം. ഈ സാധനം പോകുന്നില്ല. ഇത് പോകണമെന്നുണ്ടെങ്കിൽ ക്രിസ്തു സ്നേഹം നിങ്ങളിലേക്ക് ഇറങ്ങി വരണം. അതായത് വെളിച്ചം വരുമ്പോൾ ഇരുട്ടിറങ്ങിപ്പോകുന്നു. ഇരുട്ടിനെ തള്ളി നീക്കാനാണ് നിങ്ങൾ ഈ ശ്രമിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം പഠിച്ചപ്പോൾ നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്. ഇരുട്ടിനെ തള്ളി വെളിയിൽ ചാടിച്ചു കഴിഞ്ഞാൽ അത് പോവില്ല. നിങ്ങളിനി എത്ര പ്രാർത്ഥിച്ചാലും അത് പോകത്തില്ല. അത് പോകണമെന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിൽ കൂടി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകുവാൻ പ്രാർത്ഥിക്കണം. അത് 3-ാം അധ്യായം എടുത്ത് എഫെസ്യ ലേഖനം. ഇത് രണ്ടും കണക്റ്റഡ്. അതുകൊണ്ടാണ് 3-ാം അധ്യായം 17-ാം വാക്യം, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം. അങ്ങനെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുമ്പോൾ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ, പ്രകാശം വന്നു കഴിയുമ്പോൾ ഈ കോപം എന്ന് പറഞ്ഞ ഇരുട്ട് ഇറങ്ങിപ്പോവും. അല്ലെങ്കിൽ ഇത് അവിടെ കിടക്കും. എത്ര കുർബാനയില്ല എന്ന് പറഞ്ഞാലും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കാണുമ്പോൾ ഇറിറ്റേറ്റഡ് ആകുകയാണ്, പെട്ടെന്ന് ദേഷ്യം വരികയാണ്. കസേര അവിടെ കിടക്കുന്നു. അല്ല, നിങ്ങൾ ചെയ്യുന്ന ഉദാഹരണം തന്നെ പറയാം. നിങ്ങളങ്ങനെ ചെയ്യുന്നില്ല, പറയാം. നിങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞ് എണ്ണീച്ചങ്ങ് പോകുന്നു എന്ന് വിചാരിക്കുക. കസേര അങ്ങനെ തന്നെ ഇട്ടേക്കുന്നു. വൈകിട്ട് ഞാൻ സന്ധ്യാനമസ്കാരത്തിന് ഇതുവഴി കയറി വരുന്നു, കസേരയല്ല അതുപോലെ കിടക്കുന്നു. ഇതുങ്ങളൊക്കെ എന്തിന് ധ്യാനത്തിന് വരികയാണ് എന്ന് ഞാൻ ഇറിറ്റേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ക്രിസ്തു ജ്ഞാനം എന്നില്ല എന്നർത്ഥം. ക്രിസ്തു ജ്ഞാനമുള്ളവൻ ഇറിറ്റേറ്റഡ് ആകാതെ ഓരോ കസേര എടുത്ത് സൈഡിലോട്ട് ഇടും, വാ തുറക്കില്ല. മനസ്സിലായോ? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം. ഇരുട്ടാണത്. ഒരുത്തിനും ഒരു ബോധവുമില്ല, വന്ന് കേട്ടേച്ച് പോവുകയാണ്. അത് ജ്ഞാനം കുറയും തോറും വർത്തമാനം കൂടിക്കൊണ്ടേയിരിക്കും. ഇവനൊക്കെ എന്തിനാണ് വരുന്നത്? ഇത്രയും നാളും പഠിപ്പിച്ചിട്ട് ഒന്നും തലയിൽ കയറിയിട്ടില്ലല്ലോ, അവസരം അങ്ങോട്ട് എടുത്തിടാൻ വയ്യ, വന്ന് കേട്ടേച്ച് പോവും. ഇങ്ങനെ ഞാൻ ചിന്തിച്ചാൽ എൻ്റെ ഉള്ളിൽ നിങ്ങളിപ്പം വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അച്ഛൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ല. നിങ്ങൾ കസേര എടുത്ത് മാറ്റി ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കത് വിഷയമല്ല. ഇങ്ങനെ ചിന്തിച്ചാൽ അതിൻ്റെ അർത്ഥം ഞാനീ പറഞ്ഞതൊന്നും എനിക്ക് പ്രയോജനപ്പെട്ടില്ലെന്നാണ്. എനിക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല, നിങ്ങൾ രക്ഷപ്പെടും. അതുകൊണ്ട് ജ്ഞാനം എൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ഞാൻ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനാണ് എന്നുള്ള കാര്യം ഞാൻ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ എൻ്റെ ജ്ഞാനം മുഴുവൻ വിളമ്പി നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ട് ഞാൻ പടുകുഴിയിൽ പോയി വീണ് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുകൊണ്ടെല്ലാം എന്ത് പ്രയോജനം? കർത്താവ് ആഗ്രഹിക്കുന്നത് സത്യവചനം പറയുന്നവനും കേൾക്കുന്നവനും അത് ആചരിക്കുന്നവനും ഭാഗ്യവാനാകണം എന്നുള്ളതാണ്. അപ്പോൾ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. അപ്പോൾ അടുത്ത സ്റ്റേജ് അതാണ്. നമ്മൾ ആ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്നെപ്പറ്റി കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഉള്ളിലൊരു വേദനയായിട്ട് വരും. വേദനയാവും. അത് ബോധതലത്തിലെ വേദനയാണ്. കർത്താവ് നിറഞ്ഞു, ഇനിയിപ്പോൾ ഈ ലോകത്തിൻ്റെ കാര്യമല്ല എനിക്ക് പ്രാധാന്യം. അവൻ എന്തായിരുന്നു എന്നെപ്പറ്റി ആഗ്രഹിച്ചിരുന്നത്, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. ഇനിയും അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്.
വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും. അത് കൂട്ടായ്മയാണ്, ഇത് വലിയൊരു കൂട്ടായ്മയാണ്. ക്രിസ്തു എന്ന് പറയുന്ന സഭയുടെ തലയും ദൈവരാജ്യത്തിലെ വലിയ കൂട്ടായ്മയും, ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരും വരുമാനമുള്ളവരും, അതൊരു വലിയ കുടുംബമാണ്. അത് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് എടുത്ത് പറയുന്നുണ്ട്. 3-ാം അധ്യായത്തെ ഈ 3ഉം 1ഉം എല്ലാം കണക്റ്റഡാണ് എപ്പോഴും. 14-ാം വാക്യം, അത് നിമിത്തം, അതും ഒരു പ്രാർത്ഥനയാണ് കേട്ടോ, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും, എവിടൊക്കെ ഉള്ളതാണ്? സ്വർഗത്തിലുള്ള കുടുംബത്തിലും ഭൂമിയിലുള്ള കുടുംബത്തിലും. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം, സ്വർഗത്തിലൊരു കുടുംബമുണ്ട്. ഇത് കണക്റ്റഡായിരിക്കണ്ടേ എപ്പോഴും? കുടുംബത്തിലുള്ളവരെപ്പോഴും പരസ്പരം പ്രാർത്ഥനയിലും കണക്ഷനിലും ഇരിക്കണ്ടേ? ഇതെന്താ ഈ ഈ ഈ മറ്റ് സഹോദരങ്ങൾക്ക് മനസ്സിലാകാത്ത? എത്ര പറഞ്ഞിട്ടും ഒരൊറ്റ വാക്കിൽ പിടിച്ചിരിക്കുക, മാധ്യസ്ഥ പ്രാർത്ഥന. ദൈവത്തിന് മനുഷ്യരുടെ മധ്യസ്ഥന് ഒരുവനേ ഉള്ളൂ. ആ വാക്കല്ലല്ലോ പ്രശ്നം. അത് മലയാള ഭാഷയുടെ ഒരു പരിമിതിയല്ലേ വാക്കിൻ്റെ പരിമിതി എന്ന് പറയുന്നത്. ഇൻ്റർസെഷൻ ഇനി പോട്ടെ, മധ്യസ്ഥം എന്നുള്ള വാക്കങ്ങ് മാറ്റിക്കോ. ഇനി ദൈവത്തിന് മനുഷ്യർക്കിടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. ശരി, ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ. ഇൻ്റർസെഷൻ ആവാമല്ലോ. ആ ഇൻ്റർസെഷന് പകരമാണ് ഈ മധ്യസ്ഥത എന്നുള്ള വാക്ക് ഭാഷയുടെ പരിമിതി കൊണ്ട് നമ്മൾ ഉപയോഗിച്ച് പോകുന്നത്. ഇത് മനസ്സിലാക്കാതെ അങ്ങ് ചാടുക കിടന്ന്. ഇപ്പോഴും അത് തീർന്നിട്ടില്ല. എന്നിട്ട് അതിന് കൗണ്ടർ പറയുക, ഇങ്ങോട്ട് മറ്റൊരു കൗണ്ടർ പറയുക, അവസാനം ശത്രുതയാകുക, ബഹളമാകുക, പിരിയുക. ദൈവരാജ്യമാണ് രണ്ടുപേരും പറയുന്നത്. പിന്നെ അവസാനം നമുക്കിങ്ങനെ പറഞ്ഞു നിർത്താം. പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്ന പോലെ നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ എങ്ങനെയായാലും കർത്താവിനെയല്ലയോ പ്രസംഗിക്കുന്നത്. പക്ഷെ കാര്യമുണ്ടോ അതിനകത്ത്? സ്നേഹമില്ലാതെ ഇതൊക്കെ നടത്തിയിട്ട് എന്താണ് കാര്യം? ചിലരൊന്ന് വലിയ തിയോളജിയും വേദശാസ്ത്രമൊക്കെ പറയും. പക്ഷെ ആ മനസ്സ് മുഴുവൻ വൈരാഗ്യവും സ്പർദ്ധയുമാണ്. ഒരു വശത്തൂടെ വലിയ ദൈവശാസ്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, വലിയ വലിയ ദൈവശാസ്ത്രങ്ങളാണ് പറയുന്നത്. പക്ഷെ ഇപ്പുറത്ത് മുഴുവൻ വൈരാഗ്യവും സ്പർദ്ധയും, ഭീകര അശുദ്ധാത്മാവാത്. അങ്ങനെയുള്ളവരുണ്ട്, ഭീകര അശുദ്ധാത്മാവ്. അവർക്കത് അറിയില്ല. കാരണം ജ്ഞാനത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ ജ്ഞാനം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ക്രിസ്തു പരിജ്ഞാനീയം തന്നെയാണ്. ക്രിസ്തു പരിജ്ഞാനീയത്തിനകത്ത് ഒരിക്കലും അപഹാസ്യവും പരിഹാസവും വരാൻ പറ്റില്ല. അത് അതിനോട് ചേർന്ന് വന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ പോലും അറിയാതെ അവനെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ സ്വർഗത്തിലൊരു കുടുംബമുണ്ട്, ഭൂമിയിലും കുടുംബമുണ്ട്. ഈ കുടുംബത്തിന് പേർ വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അതുപോലെ ഇവിടെയും വിശുദ്ധന്മാരിൽ അവനുള്ള അവകാശത്തിൻ്റെ ആ വലിപ്പം, മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ. അതാരാണ് ബലത്തിൻ വല്ലഭത്തിൻ്റെ വ്യാപാരം? പരിശുദ്ധാത്മാവ്. അവൻ്റെ ബലത്തിൻ വല്ലഭത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും വരെ മതി നമുക്കിന്ന്. വിശ്വസിക്കുന്ന നമുക്ക് നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഇത് അറിയുന്നില്ല നമ്മൾ. അതുകൊണ്ടാണ് ആത്മീക വരങ്ങൾ എന്തുമാത്രം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാൻ പറ്റാതെ പോകുന്നത്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ വലിപ്പം നമുക്ക് അറിഞ്ഞുകൂടാം. പെന്തക്കോസ്തിയിൽ 3-ാം ശുശ്രൂഷയുടെ രഹസ്യ പ്രാർത്ഥനയിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട്: കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉഗ്രതയേറിയ വരവേൽപ്പ് ഞങ്ങൾക്ക് അസഹനീയമാകുന്നു എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഈ പ്രാർത്ഥന? അതങ്ങനെയാണ്. നമുക്ക് താങ്ങാൻ പറ്റില്ല. ആ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലുമാണ് നമ്മളെ നിറച്ചിരിക്കുന്നതെന്നും നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയും ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ് കൃത്യമായി നമ്മളിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു.
എന്തൊക്കെയോ തലയിൽ കൂടെ പോയി അല്ലേ? നിങ്ങളൊന്നുകൂടെ കേട്ട് നോക്കുക. ഇതൊക്കെ ആത്മാവിൽ വ്യാപരിച്ചുകൊള്ളും. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിലും മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്ന അവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇപ്പോഴതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഏതായാലും ഇവനാണ് ബേത്ലഹേമിൽ നമുക്കായി ജനിച്ചിരിക്കുന്നത്. ആ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാം. പിതാക്കന്മാരുടെ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. അവരിപ്രകാരം പ്രാർത്ഥിക്കുന്നു: കന്യകമാതാവിൽ നിന്ന് അത്ഭുതകരമായി അങ്കുരിച്ചതും സ്വർഗീയരും ഭൗമികരും അഭിമാനം കൊണ്ട് അതിനെ വന്ദിക്കുന്നതുമായ മോഹനീയ മധുരഫലവും ക്രൂബന്മാർ തന്നെ പേടിച്ച് വിറച്ച് രഥത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കെ തനിക്ക് മതിയായ കന്യകയുടെ ഭുജങ്ങളിൽ സസന്തോഷം വഹിക്കപ്പെട്ട മഹത്വാനുമായ കർത്താവിന് സ്തുതി. അതിമനോഹരമായൊരു പ്രാർത്ഥന വായിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് തലകളെ വണക്കാം. ഇപ്രകാരം പ്രാർത്ഥിക്കാം.